ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ മുഹ്സിൻ റഷീദ് ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ ട്രേഡിംഗ് പാർട്ടിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു നോട്ട് എടുത്തു വെച്ചുകൊണ്ട് നല്ല രീതിയിൽ അതായത് തീർച്ചയായിട്ടും പോയിന്റുകൾ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈമിലായിരിക്കും നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടാവുക. അപ്പോൾ വീഡിയോസിന്റെ ടൈം നോക്കേണ്ട, പോയിന്റുകൾ എപ്പോഴും നോട്ട് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ സെക്കൻഡ് പാർട്ടിൽ ട്രേഡിങ്ങിന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചാർലീസ് ഡൗ തിയറിയാണ് ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെ? അപ്പൊ അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങളിൽ നിന്നും ഉത്ഭവിച്ചതാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന പ്രീമിയം പ്രൈസ് ആക്ഷനും. അതുപോലെ തന്നെ മൂന്ന് തരം ടെക്നിക്കൽ ഡിഗ്രിയാണുള്ളത്. ഫണ്ടമെന്റൽ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫണ്ടമെന്റൽ ന്യൂസിനെയും ഗുഡ് ന്യൂസിനെയും ബാഡ് ന്യൂസിനെയും ഒക്കെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന, ട്രേഡ് ചെയ്യുമ്പോൾ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ടെക്നിക്കലാണ് സുപ്രീം. ടെക്നിക്കലിലൂടെ വിലയാണ് മാർക്കറ്റിലെല്ലാം. അപ്പൊ ആസ് എ ട്രേഡർ എന്ന നിലയിൽ, ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ തീർച്ചയായിട്ടും ടെക്നിക്കലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ആ പറഞ്ഞ രീതിയിൽ പ്രീമിയം പ്രൈസ് ആക്ഷൻ, സബ്ജക്റ്റ് വൺ, ഇങ്ങനെ മൂന്ന് ടെക്നിക്കലാണ് ഉള്ളത്. അതായത് പ്രീമിയം പ്രൈസ് ആക്ഷൻ സബ്ജക്ട് വൺ എന്ന് പറയുന്നത് ഒരു വേറെ വിഭാഗമാണ്. അതായത് പ്രീമിയം ബേസ് ആണ്. അത് പഠിക്കാതെ നമുക്ക് എന്ത് പഠിച്ചിട്ടും കാര്യമില്ല എന്ന് ദയവേറ്റ് നോട്ട് എഴുതി വെക്കുക. ബേസ് അറിയാതെ ഒന്നും. അതിന്റെ മുകളിലുള്ള എലിയോട്ട് വേവ് തിയറി രണ്ടാമത്തത്, മൂന്നാമത്തത് മാസ്റ്റേഴ്സ് ആണ്. ഓക്കെ ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ടെക്നിക്കൽ അനാലിസിസിന്റെ ബേസ് ഫോം ആയ പ്രീമിയം പ്രൈസ് ആക്ഷൻ ആണ്. അപ്പൊ പ്രീമിയം പ്രൈസ് ആക്ഷനിൽ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്? എല്ലാ കാര്യങ്ങളും വരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ വരുന്നത് കംപ്ലീറ്റ് പ്രീമിയം പ്രൈസ് ആക്ഷനിലാണ്. അത് നിങ്ങൾ പ്രീമിയം കണ്ടന്റുകൾ അടങ്ങിയ പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ പ്രീമിയം പ്രൈസ് ആക്ഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഓർഡിനറി പ്രൈസ് ആക്ഷൻ നമ്മൾ യൂട്യൂബിലൂടെ ബേസിക് ഇൻഫർമേഷനിൽ പഠിച്ചതാണ്. ഓർഡിനറി പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. പ്രീമിയം എന്ന് പറയുന്നത് അത് വാലിഡ് കണ്ടന്റ് ആയിരിക്കും. തീർച്ചയായിട്ടും ആ കണ്ടന്റ് മാത്രമേ നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റൂ. ഓക്കെ, അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോഴ്സാണ്. അതൊരിക്കലും നമുക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ബുക്സിലോ കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കണ്ടന്റുകൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ വെച്ചാൽ പഠിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും ട്രേഡ് ചെയ്തുകൊണ്ടും ലോസ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഉള്ള ബേസ് ഇൻഫർമേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? പബ്ലിക് മാർക്കറ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിത്യാവശ്യ വസ്തുക്കളും സർവീസുകളും ഉണ്ട്, അല്ലെ? നിത്യാവശ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് നിർബന്ധമായിട്ട് വേണം. നമുക്ക് നമ്മുടെ ഫാമിലിക്കും അതുപോലെ തന്നെ ഭക്ഷണം വേണം, വസ്ത്രം വേണം, മരുന്ന് വേണം, ആശുപത്രി വേണം, ഇൻഷുറൻസ് വേണം, വാഹനം വേണം, ഇന്ധനം വേണം, അല്ലെ? ഇങ്ങനെ ബാങ്ക് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി അവശ്യ വസ്തുക്കൾ എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണം, വസ്ത്രം, മരുന്ന്, ഇതൊക്കെയാണ്. സർവീസുകൾ എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക്, ഇൻഷുറൻസ്, ഫിനാൻസ്, ഇതുപോലുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഘടകങ്ങൾ നമുക്ക് മാർക്കറ്റിൽ, അതായത് പബ്ലിക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആണ് നിങ്ങളുടെ പബ്ലിക് മാർക്കറ്റ്. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള എന്റെ പബ്ലിക് മാർക്കറ്റ്. നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണിനെയാണ് പറയാ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്നാണ് വാങ്ങുക. ഈ മുതൽ പറഞ്ഞ ഭക്ഷണം, വസ്ത്രം, മരുന്ന്, ആശുപത്രി, ഇൻഷുറൻസ്, വാഹനം, ഇന്ധനം ഒക്കെ അവിടെ നിന്നാണ് വാങ്ങുക, അല്ലെ? ഇത് നമുക്ക് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ആരാണ്? സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, അങ്ങനെ വിവിധ തരം കമ്പനികളാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളാണ്, അല്ലെ? 80% അങ്ങനത്തെ കമ്പനികളായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന അരിന്റെ അല്ലെങ്കിൽ പഞ്ചസാര, ചായപ്പൊടി, ആട്ട, മൈദ, എല്ലാത്തിൻ്റെയും ഈ സ്റ്റിക്കർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എല്ലാ പ്രൊഡക്റ്റും സർവീസും 80% സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ നമ്മുടെ വരുമാനവും നമ്മുടെ ചെലവുമാണ്. അപ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ 80% നമ്മൾ ചെലവഴിക്കുന്നത് ഈ അവശ്യ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ അവശ്യ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 80% നമ്മൾ ചെലവഴിക്കുന്നത്. മാർക്കറ്റിലുള്ള കമ്പനികൾ നമുക്ക് പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് ലാഭം എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി വരുന്ന 20%, സ്വാഭാവികമായിട്ട് നമ്മൾ 80% മാർക്കറ്റിന്റെ നിത്യാവശ്യ വസ്തുക്കൾക്കും സർവീസുകൾക്കും ചെലവഴിച്ചു. 20% നമുക്ക് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് പറയപ്പെടുന്നത്. നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണ്? ബാങ്ക്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, അതുപോലെ കുറികൾ, നമ്മളെ ഈ നാട്ടിലെ ഫണ്ട് ഉണ്ടാവും. അതിന് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെ? അത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് സേഫ് ആണ് എന്നുള്ള ധാരണയിലാണ്. അപ്പൊ തീർച്ചയായിട്ടും മാർക്കറ്റ് പൊട്ടിയാലേ ബാങ്ക് പൊട്ടുള്ളൂ. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് എവിടെ
എന്തിനും സേഫ് ആണെന്ന് തോന്നുന്നു അവിടെ എല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ബാങ്കിന് അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതൊരിക്കലും സേഫ് അല്ല. നമുക്ക് ആവശ്യമുള്ള പണങ്ങൾ ബാങ്കിൽ വെക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ജേണിയാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിലേക്ക് തന്നെ ഉപയോഗിക്കാമെന്നാണ് മുമ്പോട്ട് പഠിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 80% നമ്മൾ ചിലവാക്കി, 20% നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബാക്കിയുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിനെ കുറിച്ചാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സാധാ സുഹൃത്തുക്കൾ ഇപ്പം ഈ 2020 മുതൽ 24 വരെ യൂട്യൂബ് കണ്ട് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞ് ട്രേഡിങ്ങിലാണ് അവരെ പരാജയപ്പെടുന്നത്. പക്ഷെ മാർക്കറ്റിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. പക്ഷെ മാർക്കറ്റ് തീരെ അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മാർക്കറ്റ് ഇതിന്റെ പ്രൈസ് ഡെയിലി കയറി ഇറങ്ങുമ്പോൾ ഇത് ഗാംബ്ലിംഗ് ആണ് എന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനും പേടിച്ചിട്ട്, കാരണം ഇതിങ്ങനെ കയറി ഇറങ്ങില്ല, അപ്പൊ എന്റെ പൈസ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതെന്തുകൊണ്ടാണ് സുഹൃത്തെ? നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും എനിക്കിപ്പോ എനിക്ക് ആകെ മാർക്കറ്റിനെ കുറിച്ച് അറിയുള്ളൂ, അല്ലെ? മറ്റുള്ള മേഖലയിൽ സീറോ ആണ്. അപ്പൊ മേഖലയെ കുറിച്ച് ഞാൻ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അറിവ് വരും. അതിനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ നടക്കുന്ന ഇതാണ്. ഓക്കെ. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് ആരാണ്? ഇന്ത്യൻ ഗവൺമെന്റും സെബിയുമാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത്. ഓക്കെ. മാത്രമല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അണ്ടറിലുള്ള സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള ബ്രോക്കർ മുഖാന്തരമാണ് നമ്മൾ സ്റ്റോക്ക് ഓൺലൈൻ ആയിക്കൊണ്ട് ബൈയും സെല്ലും ഒക്കെ ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റ്മെന്റിനായിക്കോട്ടെ ട്രേഡിങ്ങിനായിക്കോട്ടെ, നമ്മൾ ബൈ ചെയ്യുന്ന എവിടെയാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അണ്ടറിലുള്ള സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള ബ്രോക്കർ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഓക്കെ. അപ്പൊ അത് കംപ്ലീറ്റ്ലി ലീഗലാണ്. ഇനി ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ അതിന്, അതായത് ലോങ് ടേം എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് അതിൽ നിന്ന് ഡിവിഡൻഡ് ആണ് നമ്മുടെ മെയിൻ വരുമാനം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും നമ്മുടെ പുതിയ സുഹൃത്തുക്കളുടെ ഡൗട്ട് ഉണ്ടാവും. അതിനിപ്പോ നമ്മൾ സ്റ്റോക്ക് മേടിച്ചു കഴിഞ്ഞാൽ അത് ബ്രോക്കറെ കയ്യിലല്ല ഉണ്ടാവുക, അത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡെപ്പോസിറ്ററി സർവീസിലാണ് ഉണ്ടാവുക. അതിന്റെ പേരാണ് NSDL-ഉം CDSL-ഉം ഒക്കെ. Okay. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് തരം മാർക്കറ്റാണ് ഉള്ളത്. ഒന്നാമത്തെ എന്താണ്? പ്രൈമറി മാർക്കറ്റാണ്. അവിടെ നടക്കുന്ന എന്താണ്? ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്, അതായത് IPO ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിന്റെ കാരണം എന്താണ്? മാർക്കറ്റ് ഭരിക്കുന്ന ആരാണ്? ലോകത്തുള്ള പ്രഗത്ഭരായ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കമ്പനികളും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള HDFC ഗ്രൂപ്പ്, അതുപോലെ HDFC ഗ്രൂപ്പ്, SBI ഗ്രൂപ്പ്, അങ്ങനെ ഡൊമസ്റ്റിക് കമ്പനികളാണ് ലോ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പൈസ ഇട്ടുകൊണ്ട് പൈസ വാരുന്നത്. അപ്പൊ അവർക്ക് വലിയ വലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. അപ്പൊ അവർക്ക് നല്ല വ്യക്തമായ സ്റ്റഡി നടത്തിക്കൊണ്ടാണ് അവർ IPOയിൽ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കുക, അല്ലെ? അപ്പൊ അവർക്ക് നല്ല എല്ലാ ഇന്റേണൽ ന്യൂസ് ഉണ്ടാവും, വ്യക്തമായ അറിവുണ്ടാവും. ഈവൻ എന്തിനു പറയുന്നത്, കമ്പനി എത്ര വരെ വളരും ഫ്യൂച്ചറിൽ എന്നുള്ള അവരെ ബിസിനസ് വെച്ചുകൊണ്ട് അവർ സ്കെയിൽ ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ഇന്റർണൽ ന്യൂസോ ഇൻഫർമേഷനോ ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ IPO എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ആണ്. മാർക്കറ്റ് ലിസ്റ്റ് ആയതിനു ശേഷം അത് വളർന്ന് ലാർജ് ക്യാപ്പ് ആകുമ്പോൾ, സ്മോൾ ക്യാപ്പ് അല്ല, മിഡ് ക്യാപ്പ് അല്ല, ലാർജ് ക്യാപ്പ് പ്രീമിയം സ്റ്റോക്കുകളിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ മുമ്പോട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പറഞ്ഞതാണ്, എങ്കിൽ കൂടെ അത് ഇതിന്റെ പാർട്ടാണ്. പ്രീമിയം പ്രൈസ് ആക്ഷൻ സബ്ജക്ട് 1-ലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് പറഞ്ഞത്? അതെ, പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ IPO മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പൊ നമുക്കും അത് ബ്രോക്കർ മുഖാന്തരം ബൈ ചെയ്യാം, ബൈ ചെയ്യേണ്ടെന്നല്ല. പക്ഷെ ഇൻവെസ്റ്റ്മെന്റിന് ഒരിക്കലും അത് സെലക്ട് ചെയ്യാൻ പാടില്ല. അത് തെറ്റായ ഇതാണ്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? പിന്നെ പാർട്ടിസിപ്പൻസ്. IPO കഴിഞ്ഞ് കഴിഞ്ഞാൽ IPOയിൽ ആരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക? നമ്മൾ. അതായത് മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്? മാർക്കറ്റ് ഭരിക്കുന്ന ആരാണ്? ഒന്നാമത്തെന്ന് പറഞ്ഞാൽ കമ്പനിന്റെ ഓണേഴ്സ് ആണ്. അതാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയാം. ഓണേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സും അതിന്റെ ബോർഡും, ബോർഡ് ഓഫ് ഡയറക്ഷനും, അതുപോലെ തന്നെ ഏഹ്, അവരുടെ ഫാമിലീസ്, ഇതൊക്കെ പ്രൊമോട്ടേഴ്സ് പെടും. ഓക്കെ. അപ്പൊ 50% നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 50% ഷെയറുകൾ എപ്പോഴും അവരുടെ കയ്യിലുണ്ടാവും. 50+, മിനിമം 50, മാക്സിമം 50+. അതെന്താണ്? അതായത് ഓണേഴ്സിന്റെ റൂളിംഗ് പവറാണ്. മാത്രമല്ല അവർക്ക് ഡിവിഡൻഡ് ഇൻകം, അതാണ് അവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബാക്കിയുള്ള 50% മാർക്കറ്റിൽ സെക്കൻഡറി, അതായത് IPOയിൽ ലിസ്റ്റായ 50% ഓഫ് ഷെയർ ആണ് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ട്രേഡ് ചെയ്യപ്പെടുന്നതിൽ തന്നെ 40% ആരുടെ കയ്യിലുണ്ടാവുക? അത് നമ്മൾ ഈ പറഞ്ഞ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിന്റെയും കയ്യിലാണ് ഉണ്ടാവുക.
അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് മൊത്തത്തിലുള്ള പേരാണ് എന്ത്, സ്മാർട്ട് മണി എന്നാണ് അറിയപ്പെടുക. ബിഗ് മണി, സ്മാർട്ട് മണി എന്നാണ് അവർ മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡറി മാർക്കറ്റ്. അതാണ് പ്രധാനപ്പെട്ട മാർക്കറ്റ്. തീർച്ചയായിട്ടും ശനി ഞായർ ഒഴിച്ചുള്ള എല്ലാ ദിവസവും രാവിലെ 9:15 മുതൽ 3:15 വരെ ട്രേഡ് നടക്കപ്പെടുന്ന എവിടെയാണ്? സെക്കൻഡറി മാർക്കറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനായിക്കോട്ടെ ട്രേഡിങ്ങിനായിക്കോട്ടെ എല്ലാ സ്റ്റോക്കും ഇൻവെസ്റ്റ്മെന്റ് ബൈ ചെയ്യണമെങ്കിലും സ്റ്റോക്കിന് ട്രേഡിങ്ങിന് ബൈ സെല് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡറി മാർക്കറ്റിൽ ശനി ഞായർ ഒഴിച്ച് തിങ്കൾ മുതൽ വെള്ളി വരെ ബൈയും സെല്ലും ചെയ്യാം. ഓക്കെ. അപ്പൊ ആ ഒരു ഫോർമാറ്റിലൂടെ പറഞ്ഞു പോവുകയാണ്. നമ്മൾ പോകുന്ന ടെക്നിക്കിലേക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് മാർക്കറ്റിന്റെ ടോട്ടൽ വർക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. വർക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റുക? ഹൗ ടു മേക്ക് മണി ഫ്രം മാർക്കറ്റ്. നമുക്ക് എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും സാധാരണക്കാരായ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതാണ് ഒന്നാമത്. മാർക്കറ്റ് കൊണ്ട് ഗുണം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റും കോർപ്പറേറ്റുകളും നമുക്ക് കമ്പനി ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അത് റിസ്ക് ആണ്. കാരണം അത് ആ കമ്പനി വളരുമോ തകരുമെന്ന് ആർക്ക് സ്മാർട്ട് മണിക്കും മാർക്കറ്റിനും മാത്രമേ അറിയൂ. അപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ അതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകും. കാരണം കമ്പനി തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകും. ഓക്കെ. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഒന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് ഔട്ട് ടു മേക്ക് മണിയിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുക? നമ്മൾ നേരെ ഫസ്റ്റ് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ വരുമാനത്തിന്റെ 80% നമ്മൾ ചെലവാക്കുന്ന എവിടെയാണ്? നമ്മുടെ നിത്യാവശ്യ വസ്തുക്കൾക്കും സർവീസുകൾക്കുമാണ് അല്ലെ. അപ്പൊ വർഷങ്ങളായിട്ട് നമുക്ക് അറിയുന്ന പബ്ലിക് മാർക്കറ്റിൽ വർഷങ്ങളായിട്ട് നമുക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന്, ആശുപത്രി, ഇൻഷുറൻസ് തരുന്ന നിരവധി കമ്പനികളുണ്ട്. അപ്പൊ നമ്മളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നിരവധി കമ്പനികളുണ്ട്. ലാർജ് ഉണ്ട്, മിഡ് ഉണ്ട്, സ്മോൾ ഉണ്ട് അല്ലെ. വലിയ കമ്പനികളുണ്ട്. വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ 20 വർഷം പ്ലസ് ITC, HUL പോലുള്ള കമ്പനികളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ 20% കൊണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത് എന്താണ്? ഈ 20% ഒരു സ്റ്റോക്കിൽ ഇപ്പൊ 80% നമ്മളെ അടുത്ത് ലാഭം എടുത്തു പോകുന്ന ഒരു കമ്പനി സ്റ്റോക്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ഉള്ള 20 വർഷം പ്ലസ് പബ്ലിക് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ. രണ്ടാമത് നമുക്ക് പിന്നെ മണി മേക്കിങ്ങിന് സാധ്യത എന്താണ്? ഈ 20% വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ നിങ്ങൾ അഡീഷണൽ എന്തെങ്കിലും എക്സ്ട്രാ ഇൻകം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ആദ്യം ടെക്നിക്കൽ പഠിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ എന്താണ്? ഡിവിഡന്റിനായിട്ടുള്ള കമ്പനി പ്രീമിയം ലാർജ് ക്യാപ് കമ്പനി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതെന്തിനാണ്? അത് കമ്പനി ചെയ്യുന്ന ബിസിനസിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് IOC എന്ന് പറയുന്ന കമ്പനി നമുക്കറിയാം നമ്മൾ പെട്രോൾ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസ് വാങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള കമ്പനിയാണ്. അല്ലാതെ ഒരുപാട് ബിസിനസ് അവർക്കുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. അപ്പൊ ആ ചെയ്ത ബിസിനസ് ഇപ്പൊ അവര് നാട്ടുകാർക്ക് മൊത്തം പെട്രോൾ വിറ്റതും ഗ്യാസ് സിലിണ്ടർ വിറ്റതുമായ കച്ചവടത്തിന്റെ ലാഭം ഉണ്ടാവുമല്ലോ. ആ ബിസിനസ് ആണ് നമുക്ക് ഡിവിഡന്റ് രൂപേണ നമുക്ക് തരുന്നത്. അത് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അവർ കൊടുക്കും. അത് മാത്രമല്ല ബോണസ് ഷെയറിലൂടെയും പ്രൈസ് കമ്പൗണ്ടിലൂടെയും നമ്മുടെ ഡിവിഡന്റ് ഗ്രോ ആയിട്ട് ഷെയറിന്റെ എണ്ണം കൂടി കൂടി പോകും. അതിനനുസരിച്ച് നമുക്ക് ഡിവിഡന്റ് വരും. അപ്പൊ ഇപ്പുറത്തെ ഒന്നാമത്തെ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടി? വിലയാണോ? ഒരിക്കലും അല്ല. ആ സ്റ്റോക്കിന്റെ വില 130 100ലേക്ക് വന്നാലും 50ലേക്ക് വന്നാലും നമുക്ക് പ്രശ്നമല്ല. ആ അക്കൗണ്ട് വേറെ തന്നെ വെക്കും. ഒന്നാമത്തെ അക്കൗണ്ട് നമ്മൾ പറയാം ഗോൾഡൻ അക്കൗണ്ട് എന്നാണ്. ആ അക്കൗണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വേറെ തന്നെ വെക്കണം. ഒരിക്കലും ആ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെന്റും ട്രേഡിങ്ങും ഒരുമിച്ച് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അവിടെ നമുക്ക് മണി ഇമോഷൻ വരും. മനസ്സിലാവുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് നമുക്ക് പൈസ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ പൊന്മുട്ട ഇടുന്നത് അവനെ വിൽക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ മണി താഴോട്ട് പ്രൈസ് സ്റ്റോക്ക് ക്രാഷ് ആകുമ്പോൾ അവിടെ വില കണ്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വിൽക്കാൻ സാധ്യതയുണ്ട്. വില കൂടിയിട്ട് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് വേറെ വെക്കണം എന്ന് പറയുന്നത്. മാത്രമല്ല അത് SIP ചെയ്ത് SIP ആയിട്ട് അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ് പ്ലാൻ അതിന്റെ ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. നമ്മൾ കിട്ടുന്ന വരുമാനത്തിൽ നമ്മൾ പറഞ്ഞു 20%. ആ 20% അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പറ നമ്മൾ 80 ചെലവാക്കിയല്ലോ കമ്പനിക്ക് ഡെയിലി ഭക്ഷണം വസ്ത്രം. അപ്പൊ എന്താ കുക്കിംഗ് ഗ്യാസ് ഒക്കെ അവരുടെ മേടിക്കുന്നത്. ഈ 20% വെച്ചുകൊണ്ട് ആ ചെലവാക്കിയതും അതിന്റെ 1000 മടങ്ങും ഇപ്പുറത്തൂടെ ലാഭമായിട്ട് എടുക്കുക. ഇതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുമോ? അത്ര ഇല്ല, ഒരിക്കലും ഇല്ല. BTFിലോ മ്യൂച്വൽ ഫണ്ടിലോ മറ്റേ നമ്മുടെ പോസ്റ്റ് ഓഫീസിലോ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അത്രയും വലിയ റിട്ടേൺ കിട്ടില്ല. അതിന്റെ ഉദാഹരണം കൂടെ നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നുണ്ട്. അപ്പോ ഒന്നാമത്തെ കാര്യം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനി സുഹൃത്തുക്കളെ രണ്ടാമത്തെ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോഴ്സ്ഫുള്ളി വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണ്? ഇൻവെസ്റ്റ്മെന്റിലും പരാജയപ്പെടുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ
ട്രേഡിങ്ങിലും പരാജയപ്പെടുന്ന ആളുകളുണ്ട് അല്ലെ? അപ്പൊ ട്രേഡിങ്ങിൽ എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറഞ്ഞു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മന്ത്ലി കുത്തനെ ചാട്ടോ മുകളിലോട്ട് പോകുന്ന ROE, ROC ഫണ്ടമെന്റൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണ്ടു. ROE 15 ആയിരിക്കണം, ROC 20 ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമുക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ട്രേഡിംഗ് ആണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കിളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ മലയാളി സുഹൃത്തുക്കൾ ട്രേഡിങ്ങിൽ പരാജയപ്പെടുന്നത്? അതിന്റെ പ്രധാന കാരണം ടെക്നിക്കൽ അനാലിസിസ് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പുറത്തുള്ള സുഹൃത്തുക്കൾ പറയും പോലെ ദിവസവും മാർക്കറ്റ് കയറുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു അല്ലെ? അത് എങ്ങനെയാണ് കയറുന്നത് ഇറങ്ങുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ മുമ്പോട്ട് പഠിക്കാൻ പോകുന്നത്. അതിനാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുക. ഓക്കെ, തീർച്ചയായിട്ടും അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സ്മാർട്ട് മണിയിൽ, അതായത് സ്മാർട്ട് മണി എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ്. അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. ഓക്കെ, രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നെന്താണ്? ഒന്ന് ബുള്ളിഷ് ഗ്രൂപ്പാണ്. ഓക്കെ, ഒന്ന് ബുള്ളിഷ് ഗ്രൂപ്പും രണ്ടാമത്തത് ബെയറിഷ് ഗ്രൂപ്പും. ബെയറിഷ്, ഇത് ബുള്ളിഷ് ആണ്, ഇത് ബുള്ളിഷ് ആണ്, ഇത് ബെയർ ആണ്. ഓക്കെ, ബെയർ ഗ്രൂപ്പും. അപ്പോ ഇത് താഴോട്ടാണ്, ഇത് റെഡ് ആവില്ല, കുഴപ്പമില്ല, ഇത് താഴോട്ടാണ് ഇതിന്റെ ഏറോ മാർക്ക്. ഇതെന്താണ്? താഴോട്ട്. ബുള്ളിഷ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്. ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് സ്മാർട്ട് മണിനെ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഒരു റീസണും കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ ചാർലീസ് ഡൗ തിയറിയിൽ ഫണ്ടമെന്റൽ കിഴിച്ചു പോയിട്ടാണ് നമ്മൾ ലൈവ് പ്രൈസ് കാണാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എഴുതി വെക്കണം. ഇവിടെ റീസൺ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല് ലോകത്ത് നടക്കുന്ന എല്ലാ ന്യൂസും, ഇൻഡെക്സ് ആയിക്കോട്ടെ, അതായത് ഇപ്പൊ നമ്മള് പിന്നെ അമേരിക്കൻ, ഏഷ്യൻ, യൂറോപ്പ് എല്ലാ മാർക്കറ്റിലും നമ്മളെ സുഹൃത്തുക്കൾ ഡെയിലി നോക്കുന്നതാണ്. അങ്ങനെ നോക്കിയിട്ട് അവിടൊക്കെ റെഡ് ആണെങ്കിൽ ഇവിടെ ഗ്രീൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ അതൊന്നും എല്ലാം വേണ്ടി നമ്മൾ ഫണ്ടമെന്റൽ മൊത്തം നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഫണ്ടമെന്റൽ നോക്കി നടക്കും ഒരിക്കലും. ഞങ്ങളിപ്പോ ഇവിടെ ഞാൻ ഇന്നത്തെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. കുറച്ച് ടൈം എടുക്കും കേട്ടോ, നമ്മൾ പഠിക്കുകയല്ലേ, പുതിയ സുഹൃത്തുക്കളാണ്. അപ്പൊ ഇത് ഡൈജസ്റ്റ് ആവുന്ന സമയം എടുക്കും. വേറെ ദുരുദ്ദേശത്ത് കാണാം ഇത്. ഇപ്പൊ ഞാൻ ഇവിടെ എനിക്ക് ഇന്ന് രാവിലെയാണ് ഞാൻ ഇരിക്കുന്നത് വെച്ചു. അപ്പൊ ടുഡേ മാർക്കറ്റ് ന്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടുഡേ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് അടിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് വരും? ഇംഗ്ലീഷിൽ കുറെ ന്യൂസ് വരും അല്ലേ? അതെ, ഓക്കെ. അതിപ്പം ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇവിടെ കുറെ ന്യൂസ് ആണ് കാണാൻ പറ്റുന്നത് അല്ലെ? ഇനിയിപ്പോ NSE ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കുറെ ന്യൂസ് ആണ് കാണാൻ പറ്റുക അല്ലെ? അല്ലെങ്കിൽ ഓവർ ബോട്ട് എന്താണ് അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ട് സുഹൃത്തുക്കളെ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. 52 അല്ല, എന്താണ് പറയാ, ഹൈ ഏറ്റവും കൂടുതൽ ഇന്ന് ട്രേഡ് നടക്കപ്പെട്ട സ്റ്റോക്കുകൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നിക്കൽ അറിയാതെ നമുക്ക് മനസ്സിലാവില്ല. തീർച്ചയായിട്ടും അതൊക്കെ സപ്പോർട്ടിംഗ് ആണ്. പക്ഷെ അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം സപ്പോർട്ടിംഗ് ആണ്. ടെക്നിക്കൽ അറിയാൻ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? ചാർട്ടിന്റെ എഡ്യൂക്കേഷൻ വേണം. അതിനാണ് നമ്മൾ ടെക്നിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റും? നമ്മൾ ഈ ലോകം മുഴുവനുള്ള ന്യൂസ് അടിസ്ഥാനത്തിൽ ആണ്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ്. അതായത് നാച്ചുറൽ ലോന്റെ പാർട്ടാണ് നമ്മൾ മനുഷ്യർ. നമുക്ക് പല സ്വഭാവങ്ങളുണ്ട് അല്ലെ? നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നമുക്ക് രാവിലെ വേറെ മൂടാണ്, ഉച്ചക്ക് വേറെ മൂടാണ്, രാത്രി വേറെ മൂടാണ്, സന്തോഷമായി ഇങ്ങനെ ലൈഫ്. അതായത് നമ്മളിപ്പോ ഉദാഹരണത്തിന് പറഞ്ഞ നമ്മുടെ റൊട്ടീൻ തന്നെ എങ്ങനെയാണ്? രാത്രി പകൽ, രാത്രി പകൽ, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു, അതായത് നാച്ചുറൽ ലോന്റെ പാർട്ടായി കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് വേവ് തിയറിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താ വെച്ചാല് മനുഷ്യരെല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട് അല്ലെ? ഗ്രീഡ് ഉണ്ട്. ഗ്രീഡ് എന്ന് പറഞ്ഞ ഒരു ഇമോഷനാണ്. ഫിയർ എന്ന് പറയുന്നത് മറ്റൊരു ഇമോഷനാണ്. അപ്പൊ ഈ ന്യൂസ് അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളിലുള്ളത് വലിയ സമ്പന്നരാണ് അല്ലെ? അവര് 2 ലക്ഷം കോടിക്കും 3 ലക്ഷം കോടിക്കും നമുക്ക് എണ്ണിയാ തീരെയല്ല പൂജ്യം അല്ലെ? അത്രയും ബൾക്ക് എമൗണ്ടിന് സ്റ്റോക്കുകളും ബൈ ചെയ്യുകയും സെല് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ അവരെല്ലാം മനുഷ്യരാണ്. മനസ്സിലാവുന്നുണ്ടോ? അവരൊക്കെ മനുഷ്യരാണ്. അപ്പം ഞാനും നിങ്ങളും എല്ലാം ഈ കാണുന്ന എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് നാച്ചുറൽ ലോ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ നിയമമാണത്. ആ നിയമത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ ഈ ഇമോഷൻസ് സ്മാർട്ട് മണിക്കും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ പോയിന്റ് അതാണ്. നമ്മളിൽ ഉണ്ടാവുന്ന സെയിം ഇമോഷൻസ് സ്മാർട്ട് മണിക്കും ഉണ്ട്. ഇങ്ങനെയാണ് ടെക്നിക്കൽ പഠിക്കപ്പെടുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല, വലിയ വലിയ ആളുകൾ എഴുതി വെച്ച് പോയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അവിടെ തന്നെ ഈ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഏത്? മനസ്സിലാവാതെ പോണ്ട. രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഗ്രൂപ്പ് എന്താ? രണ്ട് ഗ്രൂപ്പാണ്, ടു ഗ്രൂപ്പ്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാണ്? ബുള്ളിഷ് ഗ്രൂപ്പാണ്. ഇത് ഏറോ മാർക്ക് നമ്മൾ മുകളിലോട്ട് ഇടാം. ഓക്കെ, ബുള്ളിഷ് ഗ്രൂപ്പ്. കാരണം ഇത് രണ്ടും പച്ചയാണ്, ഞാൻ കളർ മാറ്റുന്നില്ല. ഇതെന്താണ്? ഇത് ബെയറിഷ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോ ഈ നമ്മളിടയിൽ നടക്കും പോലെ തന്നെ ഇപ്പൊ ഞാൻ
സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്? ഫണ്ടമെന്റൽ എന്തുകൊണ്ടാണ് അവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവരാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ പൈസ ഇറക്കിക്കൊണ്ട് അതായത് കോടികള് ബൈ ചെയ്യുമ്പോഴാണ് സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, കോടികൾക്ക് സെല്ല് ചെയ്യുമ്പോഴാണ് സ്റ്റോക്ക് താഴോട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആസ് എ ട്രേഡർ ചാർട്ട് എഡ്യൂക്കേഷൻ പഠിച്ചുകൊണ്ട് അവരെ കൂടെ കയറണം, അവരെ കൂടെ തന്നെ ഇറങ്ങണം അല്ലെ? അതിനാണ് നമ്മുടെ അവരുടെ ഇത് ഈ പറഞ്ഞ ക്യാൻഡൽസുകൾ, അതായത് പ്രീമിയം പ്രൈസ് ആക്ഷൻ ആരെ സൂചിപ്പിക്കുന്നതാണ്? സ്മാർട്ട് മണിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എലിയോട്ട് ന്യൂവേവ് തിയറിയോ അതും സ്മാർട്ട് മണിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മാസ്റ്ററോ അതും സ്മാർട്ട് മണിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോളോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ട്രെൻഡ് ആയിക്കോട്ടെ ഡൗൺ ട്രെൻഡ് ആയിക്കോട്ടെ, ഇതാണ് ട്രേഡിംഗ്. അപ്പൊ ചാർട്ട് എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കുന്നതെല്ലാം സ്മാർട്ട് മണിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്കാണ് എല്ലാ ന്യൂസും, നമ്മൾ നേരത്തെ IPO കൊണ്ട് പറഞ്ഞ പോലെ ബാക്ക് സൈഡ് ന്യൂസുകൾ, TCS ഇപ്പൊ നാളെ എന്ത് സംഭവിക്കുന്നു അവർക്കാണ് അറിയാം. ഓക്കെ, എന്ത് കാര്യങ്ങളും അവർക്ക് അറിയാം മാർക്കറ്റിൽ. അത് ബാഡ് ന്യൂസ് ആയിക്കോട്ടെ ഗുഡ് ന്യൂസ്. അപ്പൊ അവർ വിൽക്കുമ്പോൾ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ കാണുക? അവരാ ലൈവായിട്ട് ടെക്നിക്കൽസിലൂടെയാണ് അവരെ ലൈവായിട്ട് കാണുക. ക്ലിയർ ആയല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ രണ്ട് ഗ്രൂപ്പാണ്. അപ്പൊ ഒന്ന് എന്താണ്? ബുള്ളിഷ് ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ബെയറിഷ് ഗ്രൂപ്പാണ്. ഞാനിവിടെ BE ഇത് BU. ഓക്കെ, ബെയറിഷ് ഗ്രൂപ്പ്. അപ്പോ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഇവർക്ക് ക്യാൻഡൽസ് ഉണ്ട്. ആർക്ക്? ബുള്ളിഷ് ഗ്രൂപ്പിന് ക്യാൻഡൽസ് ഉണ്ട്. ആ ക്യാൻഡൽസുകൾ എത്ര എണ്ണ വരിക? 28 ക്യാൻഡൽസ് ആണ് ടോട്ടൽ വരിക, ബുള്ളിഷിനും ബെയറിഷിനും. അതിൽ 14 ബുള്ളിഷ് ഗ്രൂപ്പാണ്. ഓക്കെ, 14 ബുള്ളിഷ് ഗ്രൂപ്പ്, 14 ബെയറിഷ് ഗ്രൂപ്പ്. അങ്ങനെ ടോട്ടൽ 28 ക്യാൻഡൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി പാറ്റേൺസ്, ഇതിന് വ്യക്തമായ ടാർഗറ്റ് ഉണ്ട് കേട്ടോ. ഈ 28 ക്യാൻഡൽസിന് വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പത്- 8 ബുള്ളിഷ് ഗ്രൂപ്പ് ഉണ്ട്, 8 ബെയറിഷ് ഗ്രൂപ്പ് ഉണ്ട്. ഇതിന് വ്യക്തമായ ടാർഗറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന എന്താണ്? സ്മാർട്ട് മണി. ഇത് കളറിന്റെ ഒരു പ്രശ്നം വരില്ല. ഞാൻ എല്ലാം കൂടി അങ്ങ് നീലായി കളയാം, എന്നാ പിന്നെ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ വരില്ല. കാരണം ഇടക്കിടക്ക് ഇത് സംസാരിക്കുന്ന വിഷയം അങ്ങ് മാറിപ്പോ. ഒറ്റ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈ സ്മാർട്ട് മണിയിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. ഒന്നാമത്തെ എന്താണ്? ആഹ് ഈ ബുള്ളിഷ് ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ബെയറിഷ് ഗ്രൂപ്പാണ്. സ്മാർട്ട് മണി എന്ന് പറയുന്നത് നമ്മളെ പോലെ നാച്ചുറൽ ലോന്റെ പാർട്ടാണ്. അവർ മനുഷ്യരാണ്. അവരുടെ അടുത്ത് പൈസ ഉണ്ട്, ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. പക്ഷെ എന്താണ്? നമ്മുടെ എല്ലാ ഇമോഷൻസ് അവർക്കും ഉണ്ടാവും. ഓക്കെ, പക്ഷെ അവര് എക്സലന്റ്, അതായത് അവർ ചെയ്യുമ്പോൾ നമ്മളെ പോലെ പേടിച്ച് ചെയ്യുന്നതല്ല. അത് അവർക്ക് അതിൻ്റെതായ ന്യൂസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബൈ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ബുള്ളിഷ് ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ സ്മാർട്ട് മണി ബെയറിഷ് ഗ്രൂപ്പ് ഉണ്ട്. സ്മാർട്ട് മണി ബെയറിഷ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സ്മാർട്ട് മണി ബുള്ളിഷ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇതിനെന്താണ്? നമുക്ക് ഇത് ഫസ്റ്റ് നമ്മൾ പ്രീമിയം പ്രൈസ് ആക്ഷൻ ഇവർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ബുള്ളിഷ് ഗ്രൂപ്പ് എങ്ങനെയാ ഫസ്റ്റ് കാണും? വിലയിലാണ് കണ്ടുപിടിക്കുക. അപ്പൊ വില എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻഡൽസ് ആണ്. ഓക്കെ, ക്യാൻഡൽസ് ആണ്. ഇവിടെ ബെയറിഷ് ഗ്രൂപ്പിൽ വില എന്ന് പറയുന്നത് എന്താണ്? ക്യാൻഡൽസ് ആണ്. ഓക്കെ, അപ്പൊ ക്യാൻഡൽസ് എത്ര എണ്ണം ഉണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 28. അപ്പൊ ഇവിടെ 28ന് 14 ബുള്ളിഷ് ആണ്. 14 ബുള്ളിഷ് ഗ്രൂപ്പിന്റെ ക്യാൻഡലാണ്, 14 ബെയറിഷ് ഗ്രൂപ്പിന്റെ ക്യാൻഡലാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര ക്യാൻഡലായി? 28 ക്യാൻഡലായി. ഓക്കെ, 28 ക്യാൻഡിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്? സ്മാർട്ട് മണിയുടെ ബുള്ളിഷ് പാറ്റേൺ ഉണ്ട്. ഓക്കെ, ക്യാൻഡൽസിനേക്കാൾ പവർഫുൾ ആണ് പാറ്റേൺസ്. അതെന്തുകൊണ്ടാ? ക്യാൻഡൽസ് നമ്മളന്ന് HDFC AMCന്റെ ചാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അത് റേഞ്ച് ബോണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഒന്നും പറ പൊട്ടും. അത് സ്പ്രിങ് പൊട്ടിയ പോലെ ആയിരിക്കും അല്ലെ? ഭയങ്കര സ്പീഡായിരിക്കും, ഭയങ്കര ടാർഗറ്റും ആയിരിക്കും. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ സ്മാർട്ട് മണി ബുള്ളിഷ് ഗ്രൂപ്പിന്റെ പാറ്റേൺസ് എത്ര വരുന്നത്? 8 എണ്ണമാണ് വരുന്നത്. ഓക്കെ, ഇനി ബെയറിഷ് ഗ്രൂപ്പിന്റെ പാറ്റേൺസ്. അപ്പൊ ഏതൊരു അപ് ട്രെൻഡ് പഠിക്കുമ്പോഴും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. ബെയറിഷ് ഗ്രൂപ്പിന്റെ ക്യാൻഡൽസും പാറ്റേൺസും നമ്മൾ എന്തിനാ പഠിക്കുന്നത്? എക്സിറ്റ് ആവാനും, രണ്ടാമത്തത് ഷോർട്ട് സെല് ചെയ്യാനും. ഓക്കെ, ഒന്നാമത്തത് എടുത്ത പൊസിഷനിൽ ടാർഗറ്റോടുകൂടി എക്സിറ്റ് ആവാൻ, രണ്ടാമത്തെ എന്തിനാണ്? ഷോർട്ട് സെല് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇവിടെ 8 ബെയറിഷ് ഗ്രൂപ്പ് 8. ഓക്കെ, ക്ലിയർ ആയാലും രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, 2 ഗ്രൂപ്പ്സ്. ഓക്കെ, 1 2 ഇത് വ്യക്തമായിട്ട് നോട്ട് എഴുതി വെക്കുക. Okay. ഇനി ഇനി നമ്മൾ വരുന്നത് ചാർട്ടിന്റെ സെറ്റിംഗ്സിലേക്കാണ്. ചാർട്ടിന്റെ സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ ചാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർട്ടിന്റെ സെറ്റിംഗ്സിലേക്കാണ് വരുന്നത്. ഓക്കെ, ചാർട്ടിന്റെ സെറ്റിംഗ്സിൽ ഫസ്റ്റ് പറയേണ്ട നിങ്ങളോട് ഒന്നാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് നമ്മുടെ സർക്കിളിലുള്ള സുഹൃത്തുക്കളെ കണ്ടു, ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. എന്തെന്നറിയാമോ? നിങ്ങൾ എപ്പോഴും ചാർട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുക. അതെന്തുകൊണ്ടാ? കാരണം നമുക്ക് ക്യാൻഡൽസുകളുടെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇപ്പൊ ഒരു ക്യാൻഡൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു 28 എണ്ണമാണ്, അത് ഓർത്ത് വെച്ചോ. 28 ക്യാൻഡൽസ് ആണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ ഒരു ക്യാൻഡൽ ഫോർമേഷൻ എന്ന് പറയുന്നത് അതിന്റെ ബോഡി. ബോഡി എന്ന് പറയുന്നത് എന്താണ്? ബോഡി. ഓക്കെ, ഇതാണ് ബോഡി. അതുപോലെ തന്നെ വിക്ക്. ഓക്കെ,
വിക്ക് അതുപോലെ തന്നെ വിക്ക് മാറി മുകളിലോട്ടായി കഴിഞ്ഞാൽ പേര് മാറി. അതുപോലെ തന്നെ വിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞ് അപ്പൊ ഇങ്ങനെ ബോഡി വിക്ക് അതുപോലെ തന്നെ ഇതിപ്പോ നമ്മൾ വരക്കും പോലെ ആയിരിക്കില്ല. അല്ലെങ്കിൽ നമ്മള് പിന്നിപ്പോ ഇപ്പം നിങ്ങൾക്ക് നോട്ട് പുസ്തകത്തിൽ കാണും പോലൊന്നും ആയിരിക്കില്ല. ചാർട്ടുകളിൽ ക്യാൻഡിൽസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ നോക്കി പിടിക്കണം. അപ്പൊ എല്ലാ ക്യാൻഡിൽസും പ്രീമിയം ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു സഹോദര അത് വിലയാണ്. അതറിയാതെ നമ്മൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. ഞാൻ കളവ് പറയല്ല. എന്റെ ദൈവത്താണ് സത്യം, ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം എന്താ, വിക്ക് തെറ്റിപ്പോയിട്ട് എനിക്ക് ഷോർട്ട് ലോസ് വന്നിട്ടുണ്ട്. അപ്പൊ ക്യാൻഡിൽസ് ഇല്ലെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് എലിയോട്ടിനിയോ വ്യക്തിയൊക്കെ പഠിക്കും, അതിന്റെ ബേസ് ഒക്കെ പഠിക്കും. അപ്പോഴും നിങ്ങൾക്ക് എന്താ വേണ്ടത്? ക്യാൻഡിൽസ് എന്ന മാരക സംഭവമാണ്. അതിനെ ലൈറ്റായിട്ട്, അതായത് അതാണ് വില. അപ്പൊ നമ്മൾ ലൈറ്റായിട്ട് എടുക്കുന്നത് അതിനെയാണ്. ഞാനും നിങ്ങളും ലൈറ്റായിട്ട് എടുത്തത് അതിനെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ലോസ്. അതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമ്മുടെ ആളുകൾക്ക് തീരെ അതായത് ഞാൻ കണ്ട സർക്കിളിൽ എല്ലാരെ കുറിച്ചല്ല ട്ടോ ഞാൻ പറയുന്നത്. ഞാൻ കണ്ട ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും ഒരു വിലയില്ലാത്തതാണ്. പക്ഷെ എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളത് നമ്മളിപ്പോ എവിടുന്നെങ്കിലും പഠിച്ചത് ചാർട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് വേറെ ലെവലാണ്. അപ്പൊ അത് അങ്ങനെ വർക്കാവുള്ളൂ. അത് അതുപോലെ വർക്കാവുള്ളൂ. ഓക്കെ. അപ്പൊ ക്യാൻഡിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചാർട്ടിന്റെ സെറ്റിംഗ്സ് ആണ് പറയുന്നത്. ചാർട്ടിന്റെ സെറ്റിംഗ്സിൽ വരുമ്പോൾ ആദ്യം നിങ്ങൾ ഒന്നാമത്തെ പോയിന്റ് എഴുതി വെക്കണം കേട്ടോ. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും വൈറ്റ് വെക്കണം സുഹൃത്തെ. നിങ്ങൾ എത്ര വലിയ സൈറ്റ് ഉള്ള ആളാണെങ്കിൽ ശരി, നമ്മൾ ഏതാണ് ക്യാൻഡിൽസ് എടുക്കുക, അതിപ്പോ ആദ്യം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെക്കുക. അത് ഈ ഓർഡർ ബേസിലാണ് പറഞ്ഞു വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം ചാർട്ടിന്റെ ഒന്നാമത്തെ. ഇതെന്താണ് കാണുന്നത്? ഇത് ടൈമാണ്. ടൈമും ഡേറ്റും ടൈമുമാണ് നമ്മൾ താഴെ കാണുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിൽ കൂടെ ഞാൻ ബേസ് പറഞ്ഞു തരാം. പക്ഷെ ഇത് നിർബന്ധമാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. ഡേറ്റ്, ടൈം താഴെ കാണുന്നത്. ഇതെന്താണ്? ഇത് പ്രൈസ് ആണ്. ഓക്കെ. അപ്പൊ സമയം കഴിയും തോറും നമ്മുടെ ഡേ ടൈം ക്യാൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഇതിങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞാണ് പോവുക. ഒരിക്കലും നേരെ പോവുകയല്ല. ഇതിങ്ങനെ, കാരണം എന്താ, ഇന്ന് കഴിഞ്ഞിട്ട് നാളെ വരും. അപ്പൊ നാളത്തെ ക്യാൻഡിൽ എവിടെയാ വരിക? ഇതിന്റെ തൊട്ട് മുകളിലോ അല്ലെങ്കിൽ താഴെയോ വരിക. ഓക്കെ. അപ്പൊ ചരിഞ്ഞുകൊണ്ടാ വരിക. ഓക്കെ. ഇത് ഡേറ്റ്, ടൈം, ഇത് പ്രൈസ്. അത് ക്ലിയർ ആയല്ലോ? ഡേറ്റും ടൈമും പ്രൈസും കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചു. ഡേറ്റും ടൈമും പ്രൈസും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്ന എവിടത്തേക്കാണ്? ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ട ക്യാൻഡിൽസ്. ഒരുപാട് സുഹൃത്തുക്കൾ ബാർ ചാർട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്, ഹൈക്കനാശി ട്രേഡ് ചെയ്യുന്നുണ്ട്, ഹോളോവീൻ ക്യാൻഡിൽസ് ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്. ഒന്നും പാടില്ല. കാരണം എന്താ അറിയുമോ? ഇതിന്റെ രുചി നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിങ്ങളോട് ഇത്ര കോൺഫിഡൻസ് പറയുന്നത് എന്താ? എനിക്ക് എന്റെ ലൈഫിൽ ചേഞ്ച് ആയ ഒന്നാമത് ചാർലീസ് ഡൗ തിയറിന്റെ ആ ഫണ്ടമെന്റൽ റിസൾട്ട് നോക്കി നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളൊക്കെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. കളവൊന്നും പറയുകയല്ല. സത്യസന്ധമായിട്ട് ലോസ് ഉണ്ടായിരുന്നു. പഠിക്കാതെ ചെയ്തിട്ടുണ്ടായിരുന്നു. നഷ്ടങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ ചാർലീസ് ലവ് തിയറിന്റെ ഒരൊറ്റ കോട്ട്, പ്രൈസ് ഡിസ്കൗണ്ട്, അതായത് മാർക്കറ്റ് ഡിസ്കൗണ്ട് എവറിത്തിങ് എന്നാണ്. അതായത് മാർക്കറ്റ് എല്ലാം ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് പ്രൈസ് കാണിച്ചത്. അതിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് പിന്നീട് ഞാൻ പഠിച്ചപ്പോഴാണ് അതിലാണ് പറയുന്നത് പ്രൈസ് ഡിസ്കൗണ്ട് എവറിത്തിങ്. അത് അവർ ചേഞ്ച് ചെയ്ത പ്രൈസ് ഡിസ്കൗണ്ട് എവറിത്തിങ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്കറ്റ് ആസ് എ ട്രേഡർ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാൻ വരും, നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിലയാണ്. അതിപ്പോ ഏതിലും, അതിപ്പോ നമ്മള് സൂപ്പർ മാർക്കറ്റ് ട്രേഡ് ചെയ്യണമെങ്കിൽ വിലയാണല്ലോ. ഇത് കുറഞ്ഞ വിലയിൽ വാങ്ങി കൂടിയ വിലയിൽ വിൽക്കാന്നാണല്ലോ. എല്ലായിടത്തും വിലയാണ്, പണമാണ്. ഓക്കെ. അപ്പൊ ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആണ്, വിലയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് വേണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവിടെ വിലയാണ് മെയിൻ. ആ വില ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക്, അതായത് നടക്കുന്ന ഫണ്ടമെന്റൽ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് അല്ലെ. പക്ഷെ അത് കാണിച്ചു തരുന്ന ആരാ? അത് എലിയോട്ട് ന്യൂതിയിലാണോ, അല്ലെങ്കിൽ പാറ്റേൺസിലാണോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആണോ? ഒരിക്കലും. പ്രൈസ് കൺവേർജൻ ഡൈവേർജൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ആണ്. അതാണ് ഒരിക്കലും. അത് ക്യാൻഡൽസ് ആണ് സുഹൃത്തുക്കളെ. ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്റെ എഴുതി വെച്ചോ നിങ്ങൾ. ക്യാൻഡൽ സ്റ്റിക്ക് പഠിച്ചാൽ നിങ്ങൾ പക്കാ ട്രേഡർ ആയി. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റർ ആയി ആണ്. ഓക്കെ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് സുഹൃത്തുക്കൾ വളരെ എന്താ പറയാ, ഐക്യനാശിയിൽ പോകുന്ന കാണാം. എനിക്കറിയില്ല, അത് ഓരോരുത്തർ ഓരോ ഏരിയയിൽ നിന്ന് പഠിക്കുന്നതാണ്. എല്ലാവരും റെസ്പെക്ട്ഫുള്ളി നമ്മളെല്ലാവരും ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ എന്റെ അക്യുറസി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർ മോശം എന്നല്ല. തീർച്ചയായിട്ടും ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇതിന് വ്യക്തമായ പേരുണ്ട്, വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. പോരെ, അതറിഞ്ഞാൽ നമുക്ക് പ്രശ്നം കഴിഞ്ഞില്ലേ? നമ്മളെ ട്രേഡിങ്ങിന് ബുദ്ധിമുട്ട് കഴിഞ്ഞില്ലേ? ഓക്കെ. ക്യാൻഡിൽസ് ഇതെടുത്തു. ക്യാൻഡിൽസ് ഇവിടെ സ്റ്റാർ കൊടുക്കണം കേട്ടോ. ഇവിടെ മറന്നു പോയത് ക്യാൻഡിൽസ്. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്ന എവിടെയാ? ടൈം ഫ്രെയിമിലാണ്. ഇത് 12 മന്ത് ഞാൻ കറക്ഷൻ നോക്കുന്നതാണ്. നമ്മളെ ബ്രേക്ക് ഔട്ട് കറക്ഷൻ കണ്ടുപിടിക്കുന്ന ടൈം ഫ്രെയിമിലാണ്. നിങ്ങൾ അതിന്റെ ആവശ്യമില്ല. ഇയർലി എടുത്ത് ആ 12 മന്ത് എന്ന് പറഞ്ഞാൽ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ചാർട്ട് നോക്കാൻ ഓക്കെ. ഓക്കെ. ഇനി വരുന്ന എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ടൈം ഫ്രെയിമാണ്. ഇവിടെ ഒന്നിനും ഒരു എന്താ പറയുക നിസ്സാരവൽക്കരിക്കരുത്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറയുന്ന ഓരോ ടൂളും ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞാൽ വരുന്ന ടൈമാണ്. അപ്പൊ ടൈമിൽ മെയിൻ ടൈം ഫ്രെയിം ഏതാ? ഡേ ആണ്. ഓക്കെ. ഡേ ടൈം ഫ്രെയിമാണ്. പിന്നീട് വരുന്നത് എന്താണ്? വീക്ക്ലി, മന്ത്ലി. അപ്പം ഇവിടെ ഇവിടെ എഴുതി കാണിച്ചു തരാം.
ഡേ കഴിഞ്ഞാൽ വീക്കിലി, മന്ത്ലി. ചെറിയൊരു കോൾഡ് ഉണ്ട് കേട്ടോ, ക്ഷമിക്കണം. ഇത് 1 അവർ 15 മിനിറ്റ്സ്. ഓക്കെ, ഈ 3 ടൈം ഫ്രെയിമാണ് നിങ്ങളുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഇത് വീക്കിലി ആണ്. ഓക്കെ, ഇത് മാച്ചു. ഇതിവിടെ എന്താണ്, മന്ത്ലി ആണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചോളുക. സെൻട്രൽ എന്താണ്, ഡേ. റൈറ്റില് വീക്കിലി, മന്ത്ലി. ലെഫ്റ്റിലോ 1 അവർ 15 മിനിറ്റ്സ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോ റൈറ്റിൽ 2, ലെഫ്റ്റിൽ 2, 5 ടൈം ഫ്രെയിമാണ്. ഓക്കെ, ഇതിന്റെ മുകളിലോട്ട് നിങ്ങൾ പോരുത്. എങ്ങോട്ട് പോരുത്, താഴോട്ട് തീരെ പോരുത്. കാരണം എന്താ, ഓർഗൻസ് അടിച്ചു പോകും. തുടക്കത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊണ്ട് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരും. കാരണം എന്താ, അതങ്ങനെ ചെയ്യുന്നോണ്ടാ. നിങ്ങൾ ഓപ്ഷനിലൊക്കെ പോയിട്ട് ചെയ്യുന്നോണ്ടാണ്. തുടക്കത്തിൽ ഒരിക്കലും ചെയ്യരുത് സഹോദര. ആദ്യം ഇത് പഠിക്കണം, പഠിച്ച് ഡൈജസ്റ്റ് ആവണം. എന്നിട്ട് ഡൈജസ്റ്റ് ആവുമ്പോൾ തന്നെ ആ ക്യാൻഡൽസ് നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ തന്നെ 100% കോൺഫിഡൻസ് വരും. പിന്നീട് നിങ്ങൾ 5 സ്റ്റോക്ക് 10 സ്റ്റോക്ക് മേടിച്ചുകൊണ്ട് പോവുക. അങ്ങനെയൊക്കെ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതെന്ന് അതാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ദയവായിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കുക. 100%, 1000 സമയം ഇത് വർക്കാവും. 1000 ടൈം. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാലാണ് ക്യാൻഡിൽസ് അറിയാത്ത ആളുകളോടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ടു വന്നതിലും അവർക്കൊന്നും ക്യാൻഡിൽസിനെ കുറിച്ചൊന്നും അറിയില്ല. അവർ പറയുന്നു അറിയാം. എന്ത്, നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പഠിച്ച ക്യാൻഡിൽസ്. അത് ഒന്നോ രണ്ടോ ആണ് സുഹൃത്തുക്കളെ. നിങ്ങൾ 3 വൈറ്റ് സോൾജർ എന്ന് പഠിച്ചു വെക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഉണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ പഠിച്ച പ്രീമിയം ക്യാൻഡിൽസ് അതില്ല. ഓക്കെ, ഇനി നമ്മൾ പോയിന്റിലേക്ക് കടക്കാം വെറുതെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവിടെ എന്ത് ചെയ്യുന്നു, അപ്പൊ ടൈം ഫ്രെയിം കഴിഞ്ഞു. ഇവിടെ എന്താണ് നമ്മൾ പഠിച്ചത്, ടൈം ഫ്രെയിം. ഓക്കെ, ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്, ചാർട്ടിന് 3 ഏരിയ ആണ്. ഇതിപ്പോ നമ്മൾ മെയിൻ ടൈം ഫ്രെയിം ആയാലും ഡെയിലി വന്നാലും അതുപോലെ തന്നെ വീക്കിലിയിലാണെങ്കിലും മന്ത് ആണെങ്കിലും 1 അവർ ആണെങ്കിലും 15 മിനിറ്റ്സ് ആണെങ്കിലും ഏത് ടൈം ഫ്രെയിം പോയി കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, ചാർട്ടിനെ 3 ആയിട്ട് അങ്ങ് വിഭജിച്ച് കളയണം. വിഭജിച്ച് കളയാന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മുമ്പോട്ട് പഠിക്കും. സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിക്കൊണ്ട് നമ്മൾ വിഭജിക്കും. വിഭജിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഇവിടെ ഇവിടെയാണ് നമ്മുടെ കഥ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ക്യാൻഡൽസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്യാൻഡൽ ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്മാർട്ട് മണിന്റെ നമ്മൾ പറഞ്ഞ ബുള്ളിഷ് ഗ്രൂപ്പ് ഉണ്ട്, ബാരിഷ് ഗ്രൂപ്പ് ഉണ്ട്. അവർ തമ്മിലുള്ള വടംവലിയാണ് ഒരു ക്യാൻഡൽസ്. അപ്പൊ ഇങ്ങനെ പഠിച്ച് ഇത് നിങ്ങളിങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ അങ്ങ് പഠിച്ച് അത് ചാർട്ടിൽ നോക്കുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് 1 മിനിറ്റ് കാണാൻ പറ്റും. ഈ ക്യാൻഡൽസ് എന്ന് പറഞ്ഞ 28 ക്യാൻഡൽസ്, അതായത് ഈ 28 ക്യാൻഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 28 ക്യാൻഡൽസ് 16 പാറ്റേൺസ്. ഇത് സോൾ ഓഫ് മാർക്കറ്റ് ആണ്. മാർക്കറ്റിന്റെ ആത്മാവാണ് ഈ ക്യാൻഡൽസ് എന്ന് പറയുന്നത്. അത് കൂടിച്ചേർന്ന് വരുന്നതാണ് പാറ്റേൺസ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് 1 മിനിറ്റ് എവിടെ, ഇതിപ്പോ ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതിപ്പോ നിങ്ങളുടെ മെയിൻ ടൈം ഫ്രെയിം ഇതാണ്. കാരണം നമ്മൾ തുടക്കക്കാരാണ്. ഇവിടെ ഇപ്പോ എങ്ങനെയാണ്, 1 മിനിറ്റ്, ഓക്കെ, 5 മിനിറ്റ്, ഇതൊക്കെ മെയിൻ ടൈം ഫ്രെയിം ആണ്. ഇതിന്റെ അപ്പുറം ഇപ്പുറം 10 മിനിറ്റിലൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഇത് പ്രധാനപ്പെട്ട ടൈം ഫ്രെയിം ആണ്. പിന്നെ എന്താണ് വരിക, 15 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ. പ്രൈസ് കയറി പോകുന്ന കഥയായി പറയുന്നത്. അതായത് ഇപ്പൊ ഞാനിവിടെ ക്യാൻഡൽസിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. 1 മിനിറ്റ്. ഓക്കെ, ഫസ്റ്റ് 1 മിനിറ്റ്, രണ്ടാമത്തെ 5 മിനിറ്റ്, മൂന്നാമത്തെ 15 മിനിറ്റ്. 15 മിനിറ്റ് നേരെ കയറി പോകത്തേക്ക് 1 മിനിറ്റിലേക്ക്. ഇത് ടൈം ഫ്രെയിം എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ്. ഒരു സംഗതി ഇമ്പോർട്ടന്റ് അല്ലാത്ത ഇല്ല. എല്ലാം നിങ്ങൾ നോട്ട് ചെയ്തോ. ഇങ്ങനെ 1 മണിക്കൂർ പോയി പിന്നെ 3 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ ഉണ്ട്. അവിടെ ഉണ്ട് ടൈം ഫ്രെയിം, അവിടെ അങ്ങ് കാണാം. പക്ഷെ അതല്ല, 1 മണിക്കൂർ ഡേ കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴോട്ട് വരും 1 മണിക്കൂറിലേക്ക്. അതാണ് മെയിൻ ടൈം ഫ്രെയിം. അത് കഴിഞ്ഞാൽ 15 മിനിറ്റിലേക്ക്, 15 മിനിറ്റ് താഴോട്ട് വന്ന 5 മിനിറ്റിലേക്ക്, 5 മിനിറ്റ് നിന്ന് എത്രയൊക്കെയാണ്, 1 മിനിറ്റിലേക്ക്. ഇത്രയും നിങ്ങൾക്ക് നോക്കാം. പക്ഷെ നിങ്ങൾ തുടക്കത്തിൽ 15 മിനിറ്റ്, അതായത് സ്വിംഗ് ഇൻട്രാഡേ എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ സേഫസ്റ്റ് ട്രേഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അത് ഞാൻ ഇത് ടെക്നിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോക്സിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ സ്റ്റോക്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞു, അത് വിട്ടുകളാം. അത് വേറെ അക്കൗണ്ട് ആണ്, ഗോൾഡൻ അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സ്റ്റോക്ക് ലോങ് സ്വിംഗ് ട്രേഡാണ്. ഏറ്റവും കൂടുതൽ എത്ര നിങ്ങൾ ടൈം കൊടുക്കുന്നു, അത് പറഞ്ഞു വന്ന പോയിന്റ് എന്താ, മാർക്കറ്റിൽ ടൈം ഫ്രെയിം താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെന്റേജ് കുറയും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 4000 രൂപ TCS മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് വരിക, അതായത് 100 150 റുപ്യ പ്രോഫിറ്റ് വരും അല്ലെ. അതേ സമയത്ത് 10 രൂപയുടെ പെന്നി സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.50 പൈസയെ കിട്ടുള്ളൂ. മറിച്ച് കയ്യും കാലും വിറക്കുകയും ചെയ്യും. കാരണം എന്താ, 1 ലക്ഷം റുപ്യക്ക് ആ 10 രൂപയുടെ സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി ടൈം റിസ്ക് ആണ്. ചിലപ്പം 1 ലക്ഷത്തിന് മേടിച്ചിട്ടുണ്ടെങ്കിൽ 90,000 റുപ്യയും വൈപ്പായി പോകും. കാരണം എന്താ, അപ്പർ ലോവർ സർക്യൂട്ട് സ്റ്റോക്ക് ആയിരിക്കും. 10 രൂപയുടെ സ്റ്റോക്ക് പെന്നി ആയിരിക്കും. ഈ 50 പൈസ ഇത് കയറുകയും ചെയ്യും. അതേ സ്ഥാനത്ത് ആ 1 ലക്ഷം രൂപക്ക് TCS ആണ് മേടിച്ചെങ്കിൽ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാം. ഓക്കെ, സ്റ്റോപ്പ് ലോസേ വെക്കണ്ട. ട്രേഡ് പർപ്പസിൽ മേടിച്ചാൽ സ്റ്റോപ്പ് ലോസ്. കാരണം എന്താ, TCS ആണത്. ആ തരുന്ന കോൺഫിഡൻസ് വേറെ സ്റ്റോക്ക് തരുമോ? അതാണ് നമ്മുടെ അറിവിന്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലവും അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കണ്ടന്റ് അതൊക്കെ അനുസരിച്ച് നമുക്ക് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണ്, ഇപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തായിരുന്നു, അതെ,
ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ട്രേഡ് ഏതാണ്? ലോങ് സ്വിംഗ് ട്രേഡാണ് സുഹൃത്തുക്കളെ. അതിന് ഉദാഹരണം നമ്മളെന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഞാൻ നേരത്തെ തന്ന കോഴ്സിൽ 100 രൂപയിലാണ് നമ്മൾ റെക്ട് ബൈ ചെയ്തത് അല്ലേ? 100 ഇൻറ്റു എത്രയാണ്? 1,00,000 റുപ്യക്ക് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാണ്ടിറ്റി എത്ര? 1000 ആണ്. ഓക്കെ, 1000. നമ്മൾ വിറ്റ് എത്രക്കാണ്? 600-നാണ്. ഓക്കെ, 600-ന് വിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എത്ര പ്രോഫിറ്റ് വന്നു? 5,00,000 രൂപയാണ് പ്രോഫിറ്റ് വന്നത്. അത് ഞാൻ പറഞ്ഞ ടാർഗറ്റ് എത്രയാ? 3 വർഷം മിഡ് ലോങ് ലോങ് സ്വിംഗ് പറഞ്ഞു. അത് 1 വർഷം കൊണ്ട് അടിച്ചു അല്ലേ? ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 12 വർഷത്തെ ഇങ്ങനെ റേഞ്ച് മോഡൽ നിന്നിട്ട് അപ്പം പറഞ്ഞ പൊട്ടി. അതിന് ഓരോ ടെക്നിക്കൽ ഡിഗ്രി ഉണ്ട്. പൊട്ടിയപ്പോൾ 100 രൂപയിലാണ് ഓഹരി മണി ഗ്രൂപ്പിലിട്ട്. അപ്പൊ അവിടെയുള്ള സുഹൃത്തുക്കൾക്ക് അറിയാം 600 രൂപ ടാർഗറ്റ് പോയിട്ടുണ്ട്. അത് നമ്മളെന്നാളങ്ങനെ കാണിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്റെ പവർ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ലോങ് സ്വിങ്ങിന്റെ പവറാണ്. കാരണം എന്താ ബ്രേക്ക് ഔട്ടിൽ നമുക്ക് കിട്ടിയ എത്രയാ? 500 പോയിന്റ് ആണ്. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലടക്കം 1,00,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, 6,00,000 രൂപ നമ്മൾ വിഡ്രോ ചെയ്തു. 6,00,000 വിഡ്രോ ചെയ്തതിൽ 5,00,000 രൂപ പ്രോഫിറ്റാ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒരു വർഷം കൊണ്ടാണ് 5,00,000 രൂപ പ്രോഫിറ്റ് കിട്ടിയത് അല്ലെ? ഇത് നമുക്ക് ബാങ്ക് കിട്ടുമോ? അല്ലെ പോസ്റ്റ് ഓഫീസ് കിട്ടുമോ? നിങ്ങൾക്ക് ലോകത്ത് ഏതെങ്കിലും ഒരു ബിസിനസ് കിട്ടുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ഉണ്ടാക്കാം. ഇത് ഈ 15 മിനിറ്റ്സ് കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ കൂട്ടി എടുക്കാം. നമ്മളന്ന് ഫ്യൂച്ചർ ഓപ്ഷൻ ഹെഡ്ജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അന്ന് യൂട്യൂബ് നമ്മുടെ വാട്സപ്പ് സർക്കിളിലെ ഗ്രൂപ്പുകളിൽ ഞാൻ സുഹൃത്തുക്കൾ 20,000 ഫ്യൂച്ചർ ഓപ്ഷൻ നിഫ്റ്റിയുടെ ഹെഡ്ജ് ചെയ്ത് ഷോർട്ട് സെൽ ചെയ്ത് 5,000 രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത് അല്ലെ? 20,000-ന്റെ എത്ര പെർസെന്റേജ് 5,000 എന്ന് പറയുന്നത്? അപ്പൊ ഇതെന്താണ് സംഭവം? ഇത് നമ്മൾ പഠിക്കുന്ന ടെക്നിക്കലിന്റെ ഗ്രേഡ്, എക്സ്പീരിയൻസ്, നമ്മുടെ ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന എന്താണ്? ലോൺ എടുത്തുകൊണ്ട് ഇൻവെസ്റ്റും ട്രേഡും ആണ് ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യരുത്. ലോൺ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ഒക്കെ പഠിക്കാൻ ലോൺ തരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ സ്റ്റുഡൻസിനൊക്കെ ലോൺ കൊടുക്കുന്നത് എന്താണ്? അതൊരു കരിയർ ഉണ്ടാക്കിയെടുക്കുക, നമ്മളെ ഫ്യൂച്ചർ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഞാനും ചെയ്തിട്ടുണ്ട് ട്രേഡ്. പിന്നീട് ഞാൻ ലോൺ എടുത്ത് പഠിച്ചു. പഠിച്ചപ്പോഴാണ് എനിക്കിത് മനസ്സിലായതും നമുക്ക് അതിനെ കൊണ്ട് ഗുണം വരുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, പഠിക്കാൻ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ലോൺ എടുക്കരുത്. അത് ഫ്രീ ക്യാഷ് ആണ് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. പഠിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വെച്ചാലും ആദ്യം നിങ്ങളുടെ തലച്ചോറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഡൈജസ്റ്റ് ആയിക്കൊണ്ട് ഗ്രേഡ് ബേസിൽ ഡൈജസ്റ്റ് ആയിക്കൊണ്ട് പതിയെ പതിയെ ഗ്രോ ആവുക. പിന്നീട് നിങ്ങൾ ഒരു ദിവസം വരും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡോക്ടർ പണി പോലെ തന്നെയാണ്. അതിനേക്കാൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടും. പക്ഷെ ആ സമയം എടുക്കും. അതാണ് അതിന്റെ പ്രശ്നം. പക്ഷെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡൈജസ്റ്റ് ആയിട്ട് വരണം. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 5,00,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്. അതാണ് പവർ ഓഫ് ലോങ് സ്വിംഗ് അല്ലെ? ഡിക്സൺ ടെക്നോളജി 3,500 ബൈ ചെയ്തു, 17,000 രൂപ പോയി. ഇപ്പൊ എത്രയായി? ഭയങ്കര പ്രോഫിറ്റ് ആയി അല്ലെ? കൊച്ചിൻ ഷിപ്പ്യാർഡ് 500 ബൈ ചെയ്തു, 2,500 വിറ്റു. അപ്പൊ എത്ര? 2,000 രൂപയാണ്. 500 രൂപ എന്ന് പറയുമ്പോൾ 2,000 രൂപയുടെ മാർജിനിലാണ് നമുക്ക് പ്രോഫിറ്റ്. അതിനകത്ത് അതൊക്കെ മിഡ് സ്വിംഗ് ആണ് കേട്ടോ. ഞാൻ ലോങ് എന്ന് പറഞ്ഞ് ഇട്ടെന്നേ ഉള്ളൂ. മിഡിൽ കിട്ടി. അത് ലോങ് ആണെങ്കിൽ കൂടുതൽ 3 വർഷമാണ് ലോങ് ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അതിന് മുമ്പോട്ട് പഠിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ടെക്നിക്കലിന്റെ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താണ്? ടൈം ഫ്രെയിം എത്ര മുകളിലോട്ട് പോകുന്നു അത്രയും നിങ്ങൾക്ക് ലാഭം. ടൈം ഫ്രെയിം എത്ര താഴോട്ട് വരുന്നോ നിങ്ങളുടെ പെർസെന്റേജ് കുറഞ്ഞ് റിസ്ക് കൂടി. മന്ത്ലി പോയി കഴിഞ്ഞാൽ വോൾട്ടൈലിറ്റി കൂടും. അത് ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ. അതാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് 0 റിസ്ക്കും 100% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ടൈം കിട്ടും. അത് ഇയർലി ചാർട്ടാണ്. മന്ത്ലി ട്രേഡിംഗ് ടൈം ഫ്രെയിം ആണ്. അവിടെ വോൾട്ടൈലി കൂടും, വീക്കിലിൽ അതിലും കൂടും, ഡേയിലോ അതിലും കൂടും. പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അതിലും കൂടും. ഓക്കെ, അത് മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ സ്വിങ്ങിന്റെ കഥ പറഞ്ഞത്. അപ്പൊ അത് മന്ത്ലി ചാർട്ട് ആകുമ്പോൾ സമാധാനത്തിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഈ ക്യാൻഡൽസ് ഒരു സെക്കൻഡ് മുതൽ, അതാ ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് മുതൽ സെക്കൻഡിൽ വരും. 1 മിനിറ്റ് കറക്റ്റ് ടാർഗറ്റ് പോകും. 1 മിനിറ്റിൽ വരും, അതിന്റെ ടാർഗറ്റ് പോകും. 5 മിനിറ്റിൽ വരും, അതിന്റെ ടാർഗറ്റ് പോകും. 15 മിനിറ്റിൽ വരും, അത് അതിന്റെ. ഇതാണ് ഇതിന്റെ കുതിർത്ത്. ഇത് പ്രീമിയം എന്ന് പറയാൻ കാരണം എന്താ? ഇത് 1 മിനിറ്റിൽ വന്നാലും പക്കാ ടാർഗറ്റ് പോകും. അതേ എത്രയാണോ ടാർഗറ്റ്, ആ ടാർഗറ്റ് പോകും. 5 മിനിറ്റിൽ വന്നാലും 15 മിനിറ്റിൽ വന്നാലും 1 മണിക്കൂർ വന്നാലും ഡെയിലി വന്നാലും വീക്കിലി വന്നാലും ശ്രദ്ധിച്ചു നോക്കണം. വീക്കിലി, ഡേ, മന്ത്ലി എല്ലായിടത്തും ടാർഗറ്റ് പോകും. അപ്പൊ നിങ്ങൾ 1 മിനിറ്റിൽ ടാർഗറ്റ് പോകുന്ന സമയത്ത് 5 ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ടക്ക് 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 5 മിനിറ്റ് കൊണ്ട് ടാർഗറ്റ് അടിയും. പക്ഷെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ കൂട്ടണം. തിരിഞ്ഞോ? അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ടാർഗറ്റ് എടുക്കും. പെട്ടെന്ന് പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1,00,000 പകരം 5,00,000 ഇട്ടിട്ട് ആ ക്യാപിറ്റൽ അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ മാർജിൻ കൂടി കിട്ടി. ഇതാണ് യുക്തി. മനസ്സിലാവുണ്ടോ? പെർസെന്റേജ് കുറവാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ കൂട്ടുക. ടെക്നിക്കൽ അക്യുറസി ഉണ്ടെങ്കിലാ പറഞ്ഞത് ഫ്യൂച്ചറിൽ അവിടെ ക്യാപിറ്റൽ കൂട്ടുക. ഇനി മന്ത്ലി എടുക്കുന്നെങ്കിലോ ചെറിയ ക്യാപിറ്റൽ മതി, വലിയ പ്രോഫിറ്റ് കിട്ടും. കാരണം എന്താ? മന്ത്ലി 5 ക്യാൻഡിൽ, ഉദാഹരണത്തിന് മന്ത്ലി 5 ക്യാൻഡിലാണ് പോവുക. അപ്പൊ മന്ത്ലി 5 ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ വലിയ പ്രോഫിറ്റാ. അപ്പൊ ഇതാണ് റിസ്ക്. അപ്പൊ ടൈം കുറയുന്നതിനനുസരിച്ചിട്ട് റിസ്ക് കൂടും, ക്യാപിറ്റൽ കൂടുതൽ വേണം. ടൈം കൂടുന്നതിനനുസരിച്ചിട്ടോ റിസ്ക് കുറവ്, ക്യാപിറ്റൽ കുറവ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി 6.25 മണിക്കൂറുണ്ട്. അതായത് ഇവിടുന്ന് 1 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ്, 1 ഡേ. ഇങ്ങനെ 6.25 മണിക്കൂർ കണ്ടിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ക്യാൻഡിൽസ് കിട്ടുന്നത്.
ഓക്കെ, 6.25 മണിക്കൂർ കഴിഞ്ഞതാണ് ഇന്ന് നടന്ന ഒരു ക്യാൻഡിൽ നമ്മൾ കാണുമ്പോൾ അതിന്റെ അകത്ത് 1 മണിക്കൂറിന്റെ 6 ക്യാൻഡിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ 15 മിനിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ക്യാൻഡിൽ ഉണ്ടാവും. 5 മിനിറ്റ്സ് കൊണ്ട് കഴിഞ്ഞാൽ അത്രയും ക്യാൻഡിൽ. ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വിലയാണ്. അതിന്റെ കാൽക്കുലേഷനിലാണ് സകല ഡിഗ്രിയും കിടക്കുന്നത്. ഓക്കെ, ഇതിൽ മാസ്റ്റേഴ്സിൽ ഇവിടെ എന്താ വരുന്നത്? ടെക് ഡിഗ്രിയിൽ നമ്മുടെ എലിയോട്ട് ന്യൂവേവ് തിയറിയിൽ കംപ്ലീറ്റ് സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം, ആ രൂപത്തിന് നമ്മൾ പാറ്റേൺസ് വെച്ച് പിടിക്കുന്നത്. അതിലെ പാറ്റേൺസ് വേറെയാണ്, പ്രീമിയം പ്രൈസ് ആക്ഷനിലെ പാറ്റേൺസ് വേറെയാണ്. ഓക്കെ, രണ്ടും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതെന്താ നമ്മൾ പറഞ്ഞു തന്നെ, ഇത് ഒരു 6.25 മണിക്കൂറിന്റെ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ ചെറിയ ടൈം ഫ്രെയിമിലൂടെ കറങ്ങിയിട്ടാണ് ഇത് 6.25 മണിക്കൂറിന്റെ ക്യാൻഡിൽ ആകുന്നത്. ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? ക്യാൻഡിൽസിനെ കുറിച്ചാണ്, പവർ ഓഫ് പ്രീമിയം ക്യാൻഡിൽസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു നല്ല ഈ ക്യാൻഡിലിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നതിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്നൊരു ബാഡ് ന്യൂസ് ആണ്. കുറച്ചു കാലമായിട്ട് ഇതിപ്പോ നമ്മളെന്താ TCS അല്ലേ എടുത്ത് ഓക്കെ, ഇൻഫോസിസിൽ കുറച്ചു കാലമായിട്ട് സ്മാർട്ട് മണിക്ക് എന്തോ ഒരു ഇന്റേണൽ ന്യൂസ് ഉണ്ട്. അപ്പൊ ഈ ന്യൂസിന് ഇവരെന്ത് ചെയ്യാണ്? ഇവരിവിടെ ഇങ്ങനെ വിറ്റോണ്ട് വരികയാണ്. അപ്പൊ വിറ്റോണ്ട് വരുമ്പോ എങ്ങനെയാണ് ഇത് വരിക? ഇതിങ്ങനെ കയറി, അതായത് ഈ സ്ട്രക്ചർ ഒരിക്കലും മറന്നത്, ഒരിക്കലും സ്റ്റോക്ക് ഇങ്ങനെയോ, അതായത് ഇങ്ങനെ നേരെ മുകളിലോട്ടും കയറില്ല, നേരെ താഴോട്ടും വരില്ല. എപ്പോഴും ഇറങ്ങി കയറിക്കൊണ്ടാണ് താഴോട്ട് വരിക, അല്ലെ? ഇനി മുകളിലോട്ട് ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ ഇറങ്ങി കയറി വീണ്ടും ഇറങ്ങി വീണ്ടും കയറി വീണ്ടും ഇറങ്ങി വീണ്ടും കയറി വീണ്ടും ഇറങ്ങി, ഇങ്ങനെയാണ് വരിക. കയറുമ്പോ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇങ്ങനെയാണ് പോവുക. ഇത് ഓർത്ത് വെക്കണം. കാരണം എന്താ? നിങ്ങളിപ്പോ ഒരു ഷോർട്ട് സെല് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇൻട്രാഡേലാ ചെയ്യുന്നത് വെച്ചാൽ ഒരു 15 മിനിറ്റ്സിന്റെ, അന്നേരം എന്താ നമുക്ക് പേടിയാവും. ഇത് തിരിച്ചിങ്ങോട്ട് കയറുമ്പോൾ അയ്യോ നമ്മളെ പ്രോഫിറ്റ് അല്ല. ഇത് ഇവിടെ വന്ന് നിങ്ങൾ എക്സിറ്റ് ആകുമ്പോഴായിരിക്കും ഇത് വീണ്ടും തിരിച്ചു പോകുക. ഇതൊക്കെ തുടക്കത്തിൽ ഇതാ പറയുന്നത്, ഇതൊക്കെ പഠിച്ച് ഡൈജസ്റ്റ് ചെയ്യാണ്ടെന്ന് വെറുതെ പറയുന്നതാണ്, ഒരിക്കലും അല്ല. ഇതൊക്കെ അപ്പൊ നമ്മളിവിടെ ഈ ഡൈജസ്റ്റ് ആകുന്ന സമയത്ത് ഒരു 10 ലോട്ട് ഓപ്ഷനിലാണോ ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. ഫ്യൂച്ചറിലാണോ? ഒരിക്കലും അല്ല. 2 ക്വാണ്ടിറ്റി സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താവും? മൈൻഡ് നമ്മുടെ മൈൻഡ് മനസ്സിലാക്കണം. നമ്മുടെ മെച്ചൂർ, അതായത് നമ്മൾ മാർക്കറ്റിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ 2 ക്വാണ്ടിറ്റി 3 ക്വാണ്ടിറ്റി ചെയ്താൽ പ്രശ്നം കഴിഞ്ഞു. നമ്മുടെ ആ സുഹൃത്തുക്കൾ എന്താ ചെയ്യുന്നത്? ഇതൊന്നും പഠിക്കാതെയാണ് 2-3 ലോട്ട് ഓപ്ഷനിലും ഫ്യൂച്ചറിലും ചെയ്യുന്നത്. ഇതാണ് ഇവരെ പ്രശ്നം. ടെക്നിക്കലി പഠിച്ചാൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ സമയം വേണം. 2-3 സ്റ്റോക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് സഞ്ചരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇൻഫോസിസിൽ ഡേ ടൈം ഫ്രെയിമിലുള്ള കഥകളാണ് പറയുന്നത്. ഇൻഫിയിൽ ഇത് ഡേ ടൈം ഫ്രെയിമാണ്, വീക്കിലി, മന്ത്ലി. അപ്പൊ ഇൻഫോസിസിൽ വീക്കിലി, ഡേ, വീക്ക്, മന്ത്. ഓക്കെ, 1 hour 15 minutes. ഇൻഫോസിസിന്റെ ന്യൂസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അറിയാം? നിങ്ങൾക്കും എനക്കും ആണ്. അല്ലെ നമ്മൾ ഈ ഫണ്ടമെന്റലിന്റെ പോസ്റ്റ് ഇടുന്ന ആളുകൾക്കോ, അല്ലെങ്കിൽ നോക്കി ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കാണോ? അവർ ഇന്നലെ സംഭവിച്ച് ഇന്ന് ന്യൂസ് പേപ്പറിൽ വന്നാൽ അത് യൂട്യൂബിലൂടെ ഛർദ്ദിക്കുന്നതാണ്. അത് യൂട്യൂബിലൂടെ ഇങ്ങനെ പറയുകയാണ്. അല്ലാതെ അതുകൊണ്ട് നമുക്ക് ട്രേഡേഴ്സിന് എന്തെങ്കിലും ഉപകാരമുണ്ട്? അതിനെ കൊണ്ട് ഒരിക്കലും ഇല്ല. ഇപ്പൊ ക്വാർട്ടർ റിസൾട്ട് നോക്കി പോസിറ്റീവ് റിസൾട്ട് ആണ് വന്ന്, പിറ്റേ നിങ്ങൾ രാവിലെ പോയിട്ട് ഇൻഫോസിന്റെ ചാർട്ട് നോക്ക്, തരപരാതായ പോകുന്നുണ്ടാവും. അതെന്താ? സ്മാർട്ട് മണി വിൽക്കുന്നതാണ്. അപ്പൊ അവരെ മനസ്ഥിതിയിലൊന്നും നമുക്കറിയാൻ പറ്റില്ല, അത് നാട്ടുകാർക്കും അറിയാൻ പറ്റില്ല. അവരെ വെറുതെ എന്താ പറയാ, വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. ഇപ്പൊ എന്റേതായാലും അതിന് അനാവശ്യ വീഡിയോ ആരും കാണാണ്ട്, കാരണം അത് ടൈം വേസ്റ്റിങ്. ആ സമയം കൊണ്ട് നിങ്ങൾ ചാർട്ടിൽ നോക്കുക. ഓക്കെ, അത് ഞാൻ എന്റേതായാലും കൂടി പറയുന്നു. തെറ്റ് ഞാൻ പറഞ്ഞാലും അത് ഒഴിവാക്കുക. കാരണം അതൊക്കെ മനുഷ്യന്റെ പാർട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ടെക്നിക്കലി വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാത്തൊരു ഫണ്ടമെന്റൽ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക. തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ റൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ, അപ്പൊ ഇൻഫോസിസിൽ ഒരു സീക്രട്ട് ന്യൂസ് അവർക്ക് അറിഞ്ഞു. കാരണം എന്താ? അവർ മാനേജ്മെന്റും ടീമും ഒക്കെ, അതായത് ഫുൾ ടൈം ഇതിന്റെ പിന്നിൽ നടക്കുന്ന ടീമാണ്. ഇത്രയും വലിയ സെറ്റപ്പാ. അപ്പൊ അവർക്കേ അത് അറിയാനും പറ്റുള്ളൂ, നമുക്കറിയാൻ പറ്റില്ല. നമ്മളത് ന്യൂസ് വന്ന്, ഇപ്പൊ അദാനിയുടെ അങ്ങ് ഓർമ്മയുണ്ടോ? അതായത് ഇതിന്റെ ഒരു കേസ് ഫയൽ ചെയ്ത സമയത്ത് അദാനി സ്റ്റോക്ക് തരപരാതായ പോവാണ്. ക്യാൻഡൽസ് അറിയുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ എക്സിറ്റ് ആയി. നമ്മളൊന്നും അതിൽ ട്രേഡേ ചെയ്യില്ല, അത് വേറെ വിഷയം. അതിൽ ഇൻവെസ്റ്റും ചെയ്ത് ട്രേഡും ചെയ്ത് അത് വേറെ വിഷയം. കാരണം എന്താ? നമ്മളീ പറഞ്ഞ 20 വർഷം അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ ടെക്നിക്കൽ വരുമ്പോൾ ചാർട്ട് തന്നെ കാണിച്ചു തരും. മനസ്സിലാവുന്നുണ്ടോ? ഫണ്ടമെന്റലിനേക്കാൾ 1000 ടൈമാണ് പ്രൈസ്, വില. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിലയാണ്. അതിന് നോക്കിയ ഒരു മനുഷ്യനും, അതാ ഞാൻ പറഞ്ഞ കുത്തനെ മുകളിലോട്ട് പോകുന്ന ചാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ മാസ്റ്റേഴ്സ് പെടുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? അപ്പൊ അങ്ങനെ എന്തിലെങ്കിലും ഒരു ന്യൂസ് വരുന്നുണ്ടെങ്കിൽ നമുക്കിത് അവിടെ ന്യൂസ് അറിയുന്നപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഇപ്പൊ 1 ലക്ഷം രൂപയുടെ പോഷൻ ബയ്യിങ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ 1 ലക്ഷം രൂപയുടെ ബയ്യിങ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കമ്പനീനെ പെട്ടെന്നായിരിക്കും ഇപ്പൊ സൂസലോൺ എനർജി എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഫേവറേറ്റ് കുറെ സ്റ്റോക്ക് ഉണ്ട്. യെസ് ബാങ്ക്, വോഡഫോൺ ഐഡിയ, സൂസലോൺ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അങ്ങനെ കുറെ ഉണ്ട്. എന്തോ ആയിക്കോട്ടെ, അത് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. അപ്പൊ 1 ലക്ഷം, ഈവൻ TCSലായപ്പോൾ 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഇതിങ്ങനെ പറവറെ താഴോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ന്യൂസ് അറിയില്ല, അത് നിങ്ങൾക്ക് ടെക്നിക്കൽ അറിയില്ല. ടെക്നിക്കൽ അറിയാത്താണല്ലോ ട്രേഡിങ്ങിന്റെ പ്രശ്നം.
ടെക്നിക്കൽ അറിയില്ല. നിങ്ങള് ഇന്ന് 1,00,000 രൂപയുടെ സ്റ്റോക്ക് മേടിച്ചു. അതായത് 50,000 രൂപ മൈനസായി. ഒരു ഉദാഹരണം പറയാം. 50,000 രൂപ മൈനസായി. മൈനസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ രാവിലെ അതായത് ഇന്ന് 50,000 രൂപ നിങ്ങളാകെ ഡെസ്പായി. കാരണം 1,00,000 രൂപ പ്രോഫിറ്റ് ടാർഗറ്റ് അതായത് ഫണ്ടമെന്റൽ ന്യൂസ് റിസൾട്ട് കണ്ട് മേടിച്ച് വെച്ചതാണ്. ഇന്നലെ. ഇന്നലെ മേടിച്ച് വെച്ചാണ്. ഇന്നെന്താകുന്നു അത് 50,000 രൂപ താഴെ വരുന്നു. 1,00,000ത്തിന് 50,000 പകുതി ലോസ്. പകുതി ഇറങ്ങും സ്റ്റോക്ക്. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യും? ടെക്നിക്കൽ അറിയാത്തതിന്റെ കാര്യകാരണങ്ങളായി പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ട് ആ ഗ്രൂപ്പിൽ ചോദിക്കും, ഈ ഗ്രൂപ്പിൽ ചോദിക്കും, ഇപ്പുറത്തെ ഗ്രൂപ്പിൽ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയണമെങ്കിൽ നാളെ രാവിലെ ന്യൂസ് വരണം. ഇന്നെന്താണ് സംഭവിച്ചെന്നുള്ളത് നാളെയാണ് ന്യൂസ് ആയിട്ട് വരിക. അപ്പൊ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ ഫണ്ടമെന്റൽ യുക്തി ദയവ് നിങ്ങളെ തലച്ചോറിന്ന് ഒഴിവാക്കി. ഇത് ട്രേഡർക്ക് പറഞ്ഞ പണിയല്ല. അതുകൊണ്ടാണ് നഷ്ടം വരുന്നത്. നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യുന്ന ടെക്നിക്കലാണ്. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ വിലയാണ്. വിലയെക്കുറിച്ച് പഠിക്കുന്നതാണ്. അതാണ് സുപ്രീം. അത് കഴിഞ്ഞിട്ടേ നിങ്ങളുടെ ഫണ്ടമെന്റൽ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നിങ്ങൾ ഏതൊരു ചാർട്ട് കൊണ്ടുകഴിഞ്ഞാലും ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞുതരും ആ കമ്പനി എത്ര സുപ്രീം കമ്പനിയാണെന്നും എത്ര മോശപ്പെട്ട കമ്പനിയാണ്. നമ്മൾ ഉദാഹരണത്തിന് അത് പറഞ്ഞില്ലായിരുന്നു, ഇങ്ങനെ കുത്തനെ മന്ത്ലി മുകളിലോട്ട് പോകുന്ന ചാർട്ടുകൾ എടുക്കാവുള്ളൂ. ഈ കട്ട് ചെയ്ത് വെച്ച് ഡെഡ് സ്റ്റോക്ക് എന്നാ പറയുക ടെക്നിക്കലിൽ. ഓക്കെ, അതൊന്നും ഫണ്ടമെന്റലൊക്കെ കാണാൻ പറ്റും, ഒരിക്കലുമില്ല. പക്ഷെ ടെക്നിക്കല് നിങ്ങൾ ഇങ്ങനെ ആദ്യം ഈ മന്ത്ലി ചാർട്ട് ഇങ്ങനെ കത്തി താഴോട്ട് അവിടെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫണ്ടമെന്റൽ റോങ് ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റിന് ഇതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ എന്തിനും പറഞ്ഞു? ഓക്കെ, ഇതാണ് കഥ പറഞ്ഞ് കാട് കയറിയ വിഷയം. ഒരു മിനിറ്റ്, ഞാൻ ശരിയാക്കി തരാം. 1 hour 15 ക്യാൻഡൽ ഫോർമേഷൻ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാ അതിന്റെ കണക്ട് ചെയ്താ പറഞ്ഞത്. ഇപ്പൊ ഇന്നലെ ഒരു ന്യൂസ് ഇൻഫോസിസിൽ സംഭവിച്ചു. ആ ന്യൂസ് നമുക്കറിയില്ല. അത് സംഭവിച്ചിട്ട് വിൽക്കണം. വിറ്റ് കഴിഞ്ഞിട്ടാണ് നാളെയാണ് ആ ന്യൂസ് പേപ്പറിൽ വരിക. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലും നമ്മുടെ ഗ്രൂപ്പുകളിലും ചർച്ചയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ന്യൂസ് വരുമ്പോ നിങ്ങൾ ട്രേഡർ ആണോ, ടെക്നിക്കൽ അറിയുന്ന ട്രേഡർ ആണെങ്കിൽ ദൈവത്താണോ സത്യം, നിങ്ങളെ വിളിച്ചു കാണിച്ചു തരും ചേട്ടൻ, വാ വാ ഇതാ മോനെ താഴെ പോന്ന് വിട്ടോ, അല്ലെങ്കിൽ മുകളിലോട്ട് പോന്ന് കേറിക്കോ എന്ന് പറയും. ഇതാണ് ടെക്നിക്കലിന്റെ പ്രത്യേകത. അത് ശ്രദ്ധിച്ചോട്ടെ. അത് ഞാൻ നിങ്ങൾക്ക് വരച്ചു തന്നൊക്കെ ടെക്നിക്കലിന്റെ മുകളിലാണ്. അത് നിങ്ങൾ പഠിക്കുന്ന ഡിഗ്രി അനുസരിച്ചിട്ടാണ് നമ്മുടെ അക്യുറസി കൂടുക. പ്രാക്ടീസ് അനുസരിച്ച് പ്രാക്ടീസ് വേണം. അപ്പൊ ഞാൻ ഒരു ഇൻഫോസ് ക്യാൻഡൽസിന്റെ രൂപ പറയുന്നത്, ഒരു സ്മാർട്ട് മണി ബെയറിഷ് ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ന്യൂസ് അവർ കേട്ടു, അവരെന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു തുടങ്ങും. ഓക്കെ, അപ്പൊ നിങ്ങൾ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഈ ഒരു ബൈ ചെയ്യൂല. പക്ഷെ ഇവിടെ നടക്കുന്ന എന്താണ്? നമ്മുടെ സർക്കിളിൽ നടക്കുന്ന പോസ്റ്റുകൾ എന്താണ്? ഓഹരി വിപണി ഗ്രൂപ്പിലും മറ്റുള്ള സുഹൃത്തുക്കളും, നമ്മളെ സർക്കിൾ അറിയാത്ത, ടെക്നിക്കൽ അറിയാത്ത എല്ലാ സുഹൃത്തുക്കളും എന്താ നടക്കുന്നത്? ഇത് ഇറങ്ങുമ്പോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലൈവ് ഞാൻ കണ്ട കഥയാണ്. കാരണം എന്താ, ഞാൻ ആ മൾട്ടിപ്പിൾ ക്യാൻഡിൽ വന്ന് താഴെ പോകുന്നു പറഞ്ഞപ്പോ അതിന്റെ ഇടയ്ക്ക് എങ്ങനെയാ ഇത് കയറി ഇറങ്ങുക, ആ കഥ ഇവിടെ പറഞ്ഞുതരാം. ഇത് മയക്കുന്നില്ല ഞാൻ. ഇതെപ്പോഴും കയറിയിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും കയറിയിട്ടാണ് വീണ്ടും ഇറങ്ങുക, അല്ലെ? അപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓൾറെഡി നമ്മൾ ടാർഗറ്റ് കഴിഞ്ഞു, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു മൾട്ടിപ്പിൾ ക്യാൻഡിൽ വന്ന് ഒഴിവാക്കി. അപ്പൊ അതിങ്ങനെ 1,300ലേക്ക് വിറ്റ ആളുകളുണ്ട്, വിൽക്കാണ്ട് വെച്ച ആളുകൾ, ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിന്റെ ഇടയ്ക്ക് വേറെ രസം, നിങ്ങൾ ഒരു സുഹൃത്ത് ഇവരെന്ത് ഈ ഡേ ക്യാൻഡിലാണ് പറയുന്നത്, ഇതിങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇതെങ്ങനെയാന്ന് പോവുക? നമ്മൾ പറഞ്ഞു മുകളിലോട്ട് കയറിയിട്ടാണ് വീണ്ടും താഴോട്ട് പോകുക, അല്ലെ? ഈ മൂവ്മെന്റ് എടുത്തപ്പോ ഒരു ദിവസം കയറി, 2-ാം ദിവസം കയറി. ഈ പുള്ളി പറഞ്ഞു അത് ടാർഗറ്റ് ക്യാൻഡൽസിന്റെ ടാർഗറ്റ് പോകും. ഇതാ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഓർഡർ വന്നു, ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്, അതാ വെച്ച് കീച്ചിക്ക് വന്നു. ഈ കക്ഷികൾ പുതിയ എക്സിറ്റ് ആയി ഓൾറെഡി പ്രോഫിറ്റിൽ നിന്ന കക്ഷികൾ വീണ്ടും ലോസിലേക്ക് പോയ കഥയാണ് പറഞ്ഞിരുന്നത്. ഇവിടുന്ന് വീണ്ടും കയറി, ഇവിടുന്ന് തിരിച്ചു താഴെ പോയി. അപ്പൊ ടെക്നിക്കൽ അറിയാത്തതിന്റെ കുഴപ്പമാണിത്. കാരണം ടെക്നിക്കൽ അറിയുന്ന ഏതൊരാൾക്കും അറിയാം, ഈ മൂവ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ 50% കയറിയിട്ടേ വീണ്ടും ഇറങ്ങുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ, ഇത് നേരെ തല തിരിച്ചും. മുകളിലോട്ട് പോകുമ്പോ താഴോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കറി വേ എക്സിറ്റ് ആവും, അല്ലെ? ഒരിക്കലും അല്ല. ഇത് താഴെ എടുത്താലാണ് തിരിച്ചു മുകളിലോട്ട് പോകുള്ളൂ. ഇത് നിങ്ങളുടെ തലച്ചോറിൽ ഫീഡ് ചെയ്ത് വെച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് ഇൻഫോസിസിന്റെ കഥയാണ്. ഡേ ടൈം ഫ്രെയിമിൽ ഇൻഫോസിസിൽ എന്തോ ഒരു സീക്രട്ട് ഫണ്ടമെന്റൽ ന്യൂസ് ഉണ്ടായിരുന്നു, അവർ സെല്ല് ചെയ്തുകൊണ്ട് വരികയാണ്. ഓക്കെ, സെല്ല് ചെയ്തുകൊണ്ട് വന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, ടെക്നിക്കൽ അറിയുന്ന ഒരാൾക്കറിയാം, ഇത് റെഡ് ഇങ്ങനെ വരുമ്പോൾ സ്മാർട്ട് മണി സെല്ല് ചെയ്യുന്നത്. അതിന്റെ ഇടക്കുള്ള ഗ്രീനിലൊന്നും നിങ്ങൾ പോയി വെക്കില്ല. അവിടെ പല ക്യാൻഡൽസും വരും, അതിനൊന്നും അർത്ഥവും. പ്രീമിയം ക്യാൻഡൽസ് വരുന്ന എവിടെയാണ്? 3 ഏരിയയിലാണ്. അത് എഴുതി വെച്ചോ. അതാണ് ചാർട്ടിന്റെ ബോട്ടം, മിഡിൽ, ടോപ്പ്. അത് എല്ലാ ടൈം ഫ്രെയിമിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർട്ടിനെ 3ആയിട്ട് വിഭജിക്കും. അത് ഞാൻ മുമ്പ് പറഞ്ഞെന്ന് തോന്നുന്നു. 3ആയിട്ട് വിഭജിക്കണം. ഓക്കെ, 1, 2, 3. ഓക്കെ, ഈ 3ആയിട്ട് വിഭജിച്ച ചാർട്ടുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇപ്പൊ ഇൻഫോസിസ് ആണ് നമ്മൾ പറഞ്ഞത്, ഡേ ടൈം ഫ്രെയിം ആണ് കാണുന്നത്. 6.25 മണിക്കൂറിന്റെ ഒരു ക്യാൻഡിലാണ്. അപ്പൊ ഡെയിലി സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തോ ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് എന്താന്ന് ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റില്ല. അവരൊക്കെ വെറുതെ പറയുന്നതാണത്. ആ ന്യൂസ് ഒന്നും ഒരിക്കലും ആർക്കും അറിയാൻ പറ്റില്ല.
അതൊക്കെ അവർക്ക് അറിയുള്ളൂ. അവരാണ് ഭരിക്കുന്ന സഹോദരൻ. അവരെ ഫോളോ ചെയ്യുക. പ്രശ്നം കഴിഞ്ഞു. എന്തിനാ നമുക്ക് പൈസയല്ലേ വേണ്ടു. ഇൻവെസ്റ്റ് ചെയ്താലും പൈസ കിട്ടും. അവിടെ കമ്പനി സ്ട്രെങ്ത് നോക്കിയാൽ മതി, ബിസിനസ് നോക്കിയാൽ മതി, ഡിവിഡന്റ് കിട്ടും. ട്രേഡ് ടെക്നിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ അതും പൈസ കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ മറ്റേ ന്യൂസ് അറിഞ്ഞിട്ട് നമുക്ക് അച്ചാറിട്ട് തിന്നാണ് ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അവരെന്തോ ആയിക്കോട്ടെ. ഇത് താഴോട്ട് പോകുമ്പോൾ ഷോർട്ട് ചെയ്യാം, മേലോട്ട് പോകുമ്പോൾ ബൈ ചെയ്യാം. ഫിനിഷ്ഡ്. പൈസ ഉണ്ടാക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ എന്തോ ന്യൂസ് വന്നു ഇതിങ്ങനെ റെഡ് ക്യാൻഡിൽ ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇങ്ങനെ ഗ്രീനും ഒക്കെ വരും. അതൊന്നും അർത്ഥമില്ല. ഇവിടെ വരുമ്പോ അർത്ഥം ഇങ്ങനെ നേരെ വന്ന് ഇതാണ് ഈ ഈ ലൈൻ ഇപ്പൊ കൂട്ടണം കേട്ടോ. ഞാൻ ഇത് പറയാന്ന്. സ്മാർട്ട് മണി എന്താ ചെയ്യുന്നത് ഇവിടെ? ബെയറിഷ് ഗ്രൂപ്പ് സെല്ല് ചെയ്യാണ്. രണ്ട് ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞത്. ഇവിടാണ് ബോട്ടം പോയിന്റ്. ഇവിടെ ഇങ്ങനെ പ്രീമിയം ക്യാൻഡൽസ് വന്നു കഴിഞ്ഞാൽ വ്യക്തമായി ശ്രദ്ധിച്ചു കേട്ടോ. പ്രീമിയം ക്യാൻഡൽസ് വന്നു കഴിഞ്ഞാൽ 28-ൽ 14 ബുള്ളിഷ് 14 ബെയറിഷ് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ 28-ല് സിംഗിൾ ഉണ്ട്, ഓക്കെ, ഡബിൾ ഉണ്ട്, 3 to 4 ഉണ്ട്, 4 to 7 ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന ഹാമർ എന്ന് പറയുന്ന ഒരു വിക്ക് ഭയങ്കര ലെങ്തി വിക്കുള്ള ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ 3 ഏരിയയിൽ വന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇതിനൊന്നും അർത്ഥമില്ല. ഓക്കെ. ഇവിടെയൊക്കെ അർത്ഥം പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതെനിക്കറിയില്ല. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ഇതൊന്നും അർത്ഥമില്ല. ഇത് ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് നമ്മൾ പോകുന്ന വഴിക്ക് പറയുക. ഇതിപ്പോ ഒരു ഫ്ലോ കാണിക്കാൻ വേണ്ടി ഞാൻ ഡൗൺ ട്രെൻഡ് ഗംഭീര ബെയറിഷ് അല്ലായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഗ്രീൻ ക്യാൻഡിലോ റെഡ് ക്യാൻഡിലോ, കാരണം സിംഗിൾ റെഡും ഗ്രീനും വരും. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഇത് നല്ല വിക്ക് ബോഡി മസ്റ്റ് ആണ്. ഇത് കാൻഡൽസിന്റെ ബോഡിയും വിക്കും. അതുകൊണ്ടാണ് നമ്മളെ പഠിച്ച സുഹൃത്തുക്കളോടൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. പ്രാക്ടീസ് ഇല്ലെങ്കിൽ തോറ്റു. കാരണം എന്താ? പഠിച്ചത് എന്തൊക്കെയാണ് അത് അതുപോലെ ആയിരിക്കും നമ്മൾ ചാർട്ടിൽ കാണുക. ഇതൊരു യുദ്ധഭൂമിയാണ്. ഇവിടെ ബുള്ളിഷ് ഗ്രൂപ്പും ബാരിഷ് ഗ്രൂപ്പും തമ്മിൽ പൊരിഞ്ഞ അടിയായിരിക്കും. അപ്പൊ നമുക്കിങ്ങനെ മറ്റേ സ്കെച്ചിൽ അച്ചപ്പൻ ചുട്ട ക്യാൻഡിൽ ഒന്നും വരികയില്ല. വരുമ്പോ എന്റെ ബോഡി വീക്കൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കണം നമ്മൾ. നമ്മളെല്ലാം നമ്മുടെ യുക്തി കൊണ്ട് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ പ്രീമിയം ക്യാൻഡൽസ് ഡേ ടൈം ഫ്രെയിമിൽ ഗംഭീര വിക്കോട് കൂടി നല്ലൊരു ഒന്നാം തരം റെഡോ ഗ്രീനോ സിംഗിൾ ക്യാൻഡിൽ ഹാമർ വന്നു എന്ന് വെച്ചോ. ഹാമർ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്യാൻഡിലാണ് പറഞ്ഞിരുന്നത്. ഹാമർ വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നു സഹോദരങ്ങളെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഇതിവിടെ താഴെ ഓപ്പൺ ചെയ്താൽ ഈ ഹാമറിന് അർത്ഥമുണ്ട്? ഒരിക്കലുമില്ല. അതെല്ലാം ഒഴുക്കപ്പെടുന്ന ക്യാൻഡിലാണ്. ഇവിടെ നമ്മൾ കണ്ട പോലത്തെ ഒരു ക്യാൻഡിലാണ്. മറിച്ച് അതിന്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചോട്ടോ. ഇതിന്റെ മുകളില് ഇപ്പൊ ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്തു? വാച്ച് ലിസ്റ്റിൽ ഇട്ടു. മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇത് കളർ നോക്കണ്ട. ഇത് ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉറപ്പിച്ചോ സ്മാർട്ട് മണി അവിടെ ബൈയിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ടെക്നിക്കൽ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഏത് ഫണ്ടമെന്റൽ ഇത്രയും കോൺഫിഡൻസ് തരുന്നത്? ഒന്ന് പറ. നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. ഏത് ഫണ്ടമെന്റലാണ് നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് തരുന്നത്? ഇവിടെ ഈ ഹാമറിന്റെ മുകളിൽ ഗ്രീൻ കൺഫർമേഷൻ ക്യാൻഡിൽ വന്നാൽ ഉറപ്പിച്ചോ സ്മാർട്ട് മണി ഇന്നലെ ഇത് ഇവിടെ നടക്കുന്ന പൊരിഞ്ഞ യുദ്ധമാണ്. ഇവരിങ്ങനെ സെല്ല് ചെയ്തുകൊണ്ട് വന്നു. ഇവിടെ ബുള്ളിഷ് ഗ്രൂപ്പ് കയറി അറ്റാക്ക് ചെയ്തു. അറ്റാക്ക് ചെയ്യുമ്പോഴാണ് തള്ളിക്കൊണ്ടുപോകും സെല്ലേഴ്സ്. തള്ളിക്കൊണ്ടുപോകുമ്പോൾ ബയേഴ്സ് വലിച്ചും കൊണ്ടുവരും. വലിച്ചും കൊണ്ടുവന്നിട്ട് ടോപ്പിലാണ് വെക്കും. അതാണ് ഈ ഹാമർ ഈ രൂപത്തിൽ വരുന്നത്. എന്ത്? ഇതിന്റെ തല ബോഡി മുകളിലായിരിക്കും. വിക്ക് ഇതിനൊക്കെ കഥകളുണ്ട് ഇതിന്റെ ബാക്കിൽ. തള്ളി അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ വലിയ വിക്കായിരിക്കും, ബോഡി ചെറുതായിരിക്കും. അതാണ് ഹാമർ. ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ക്യാൻഡിലാണ്. ഓക്കെ. ഈ ക്യാൻഡിൽ കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞപ്പോ നമ്മൾ വാച്ച് ലിസ്റ്റിൽ വെച്ചു ഇൻഫോസിസ്. സെക്കൻഡ് ഡേ അതിന്റെ മുകളിൽ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ വന്ന എന്റെ പൊന്നു സഹോദര കേറിക്കോ, മേടിച്ചോ, പക്കാ ടാർഗറ്റ്. അതിന് വ്യക്തമായ ടാർഗറ്റ് 5 ക്യാൻഡിൽസ്. ഇപ്പൊ ഡേ ആണ് ഹാമർ വന്നെങ്കിൽ കൺഫർമേഷൻ കഴിഞ്ഞിട്ട് 4 ക്യാൻഡിൽസ് മുകളിലോട്ട് പോകും അല്ലെ. ആ 4 ക്യാൻഡിൽസ് മുകളിലോട്ട് പോകുന്ന പക്കാ ടാർഗറ്റ് ആണ്. ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ യുദ്ധമാണ്. സ്മാർട്ട് മണി സെല്ല് ചെയ്യുന്നു. അപ്പൊ ഇവിടെ സ്മാർട്ട് മണി എന്ത് ചെയ്യുന്നു? ഇവിടെ ലോക്ക് ഇടുന്നു. പെട്ടെന്നാണ് ഇതെന്ത് ചെയ്യുന്നത്? അപ്പൊ വലിയ വിക്കായിരിക്കും. വിക്കിലും ബോഡിയിലും കഥകളുണ്ട്. നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ ഒരു സിംഗിൾ ക്യാൻഡിലാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ വരുന്നു. ആ കൺഫർമേഷൻ ക്യാൻഡിൽ മസ്റ്റ് ആയിട്ട് ഗ്രീൻ ആയിരിക്കണം കേട്ടോ. ഇത് റെഡ് ആണെങ്കിൽ ബൈ ചെയ്യരുത്. സെക്കൻഡ് ഡേ ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ പൊന്നു സുഹൃത്തെ ഇത് ബൈ ചെയ്തതിന് വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. ഓക്കെ. ഓരോ ക്യാൻഡിൽസിനും ഓരോ ടാർഗറ്റ് ആണ്. ഞാൻ പറഞ്ഞു വരുന്ന ഉദാഹരണത്തിന് 5 എടുക്കുകയാണെങ്കിൽ ഈ കൺഫർമേഷൻ ക്യാൻഡിൽ നമ്മൾ തുടക്കത്തിലെ അത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. തുടക്കത്തിൽ പ്രാക്ടീസ് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നല്ലോണം അറിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഹാമർ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിറ്റേന്ന് മുതൽ 1 മണിക്കൂറിന്റെ ക്യാൻഡിൽസ് നോക്കിക്കൊണ്ട് അവർ ട്രേഡ് എടുക്കും. ക്ലിയർ അല്ലേ? ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? കൺഫർമേഷൻ ക്യാൻഡിൽ വന്നാൽ മാത്രമേ ഇവിടെ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ട്രേഡും റീഡ് ചെയ്യാം. ഓക്കെ. വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. ഇനി എക്സിറ്റ് എവിടെയാവുക? എക്സിറ്റ് നമ്മൾ ആവുന്നത് എവിടെയാണ്? ഇവിടുന്ന് ഇപ്പൊ ഈ ബുള്ളിഷ് ക്യാൻഡിൽ, കൺഫർമേഷൻ ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ കണ്ടു നിങ്ങൾ കയറിയെന്ന് വെച്ചോ. കയറി കഴിഞ്ഞാൽ ഇവിടെ 5 പോകും. 1, 2, 3, 4, 5. 5 പോയി കഴിഞ്ഞാൽ 6ാമത്തെ ദിവസം റെഡ് ക്യാൻഡിൽ വരും അല്ലെ. റെഡ് ക്യാൻഡിൽ വന്നാൽ അതും നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രീമിയം റെഡ് ക്യാൻഡിൽ ഉണ്ട്. അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എഴുതി വെച്ചോ. ഒന്നാമത്തെ
ബൈ ചെയ്ത പൊസിഷന് എക്സിറ്റ് ചെയ്യാൻ. ഓക്കെ, ബൈ ചെയ്ത പൊസിഷൻ പ്രോഫിറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താണ്, ഷോർട്ട് സെല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് എടുക്കാൻ. അതായത് ഇവിടുന്ന് സെല് ചെയ്തു, പ്രീമിയം കൺഫർമേഷൻ ക്യാൻഡിൽ വന്നാൽ ഇവിടെ എന്താണ് ചെയ്തത്, കൺഫർമേഷൻ ബൈ ചെയ്തു. ഇവിടെ വേറെ പ്രീമിയം ക്യാൻഡിൽസ് പഠിക്കുന്ന ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കൺഫർമേഷൻ ക്യാൻഡിൽ ചെയ്യുന്നാൽ കൺഫർമേഷൻ ക്യാൻഡിൽ നമ്മൾ ഇവിടെ ഷോർട്ട് സെല് ചെയ്യും. ഷോർട്ട് സെല് ചെയ്തിട്ട് 1, 2 ഇത് 1 ഇതാണ് കൺഫർമേഷൻ, 1, 2, 3, 4 അഞ്ചാമത്തെ ക്യാൻഡിൽസ് നമ്മൾ എക്സിറ്റ് ആവും. ക്ലിയർ? അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി ഏരിയ പറഞ്ഞുതരാം. ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഈ 3 ഏരിയയിലാണ് ഇപ്പൊ നമ്മൾ ഒരു ഡേ ടൈം ഫ്രെയിമിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ വരുന്ന ബോട്ടം ഇതാണ് 3 ഏരിയ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇത് ടോപ്പാണ്. ഈ 3 ഏരിയയിലാണ് കാൻഡിൽസ് വരിക. ഇത് മിഡിലാണ്, ഇത് ടോപ്പ്, മിഡിൽ, ബോട്ടം. ഓക്കെ, ബോട്ടം. ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ എന്ത് വരിക, ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിൽ വരിക. ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രെൻഡ് തിരിച്ചു വിടുന്ന ക്യാൻഡിലാണ്. ഓക്കെ, ഇവിടുന്ന് സ്റ്റോക്ക് താഴോട്ട് ഇറങ്ങി. ഇതെന്താണ്, ഇത് ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആണ് മുകളിൽ. ഇത് ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആണ്, ഇത് ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആണ്, ഇത് ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആണ്. ഓക്കെ, ഇതെന്താണ്, ഇത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ഏരിയ ആണ്. ഇവിടെ ട്രെൻഡ് കണ്ടിന്യൂഷനും ആവാം, അതുപോലെ തന്നെ താഴോട്ടും വരാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഈ ഭാഗം ശ്രദ്ധിച്ചോ, അവിടെ കുറെ വരച്ചിരിക്കും. ഓക്കെ, ഇനി ഈ ഭാഗം ശ്രദ്ധിച്ചോ. അപ്പൊ ഇവിടെ പ്രീമിയം ക്യാൻഡിൽസ് എവിടെയൊക്കെ വരിക, ബോട്ടം, അതായത് ബുള്ളിഷ് ക്യാൻഡിൽ മോസ്റ്റ്ലി എവിടെയാ വരിക, ഇവിടെ വരും ബുള്ളിഷ് ക്യാൻഡിൽ. അതുപോലെ തന്നെ ഇവിടെ എന്താ വരിക, ഇവിടെ ബുള്ളിഷും വരും, ബുള്ളിഷ് ക്യാൻഡിലും വരും, അതുപോലെ തന്നെ ബെയറിഷ് ക്യാൻഡിലും വരും. ഇവിടെ രണ്ടും വരും. ഓക്കെ, ഇത് ന്യൂട്രൽ ഏരിയ ആണ്. ഇവിടെ എന്താ വരിക, ബെയറിഷ് ക്യാൻഡിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയില്ലേ. ഇതെന്താണ്, ബെയറിഷ് ക്യാൻഡിൽ മാത്രമേ വരുള്ളൂ. ഈ 3 ഏരിയനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബുള്ളിഷ് ആണ് വരിക, ഇവിടെ എന്താണ് ബെയറിഷ് ആണ് വരിക, ഇവിടെ എന്താണ് വരിക, ന്യൂട്രൽ ക്യാൻഡിൽ വരും. ഇവിടുന്ന് ബുള്ളിഷും പോവും, അതുപോലെ തന്നെ ബെയറിഷും വരും. കാരണം എന്താ, ഇവിടെ കയറി കഴിഞ്ഞാൽ സ്റ്റോക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടാണ് പിന്നെ മുകളിൽ പോകുക അല്ലെ. അപ്പൊ നമ്മൾ ബൈ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇവിടുന്നാണ് നമ്മൾ ക്യാൻഡിൽസ് വന്ന് ബൈ ചെയ്തെങ്കിൽ വ്യക്തമായ 5 ടാർഗറ്റ് നമുക്ക് തന്നു അല്ലെ. തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബെയറിഷ് ക്യാൻഡിൽ കണ്ടു, ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ആവാം. ഇനി സെക്കൻഡ് ഡിഗ്രി പഠിക്കുന്ന ആളാണെങ്കിൽ എക്സിറ്റ് ആകാൻ ആവശ്യമില്ല. കാരണം എന്താ, അവിടെയാണ് നമ്മൾ ഈ പഠിക്കുന്ന സ്ട്രക്ചർ 1 ഇമ്പൾസ് 2 കറക്ഷൻ. അതാണ് ഇവിടെ ക്യാൻഡിൽസ് ആണ് ഇത് കാണിച്ചത്, ഹാമർ ഇമ്പൾസ്. ഈ കറക്ഷൻ കഴിഞ്ഞു എന്നുള്ളത് സി വേവ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ക്യാൻഡിൽസ് ആണ് ഇത് കാണിച്ചത്. അത് നമുക്ക് നെക്സ്റ്റ് ഡിഗ്രി എല്ലാം കൂടി മിസ് ആക്കണ്ട. ക്യാൻഡിൽസ് ഇവിടെ കാണിച്ചത് എന്താണ്, ഇവിടെയാണ് പ്രീമിയം ക്യാൻഡിൽസ്. ഇതിന്റെ വ്യക്തമായ കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു. കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ 3, 4, 5 ക്യാൻഡിൽ കിട്ടി അല്ലെ. 5 ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താവും, ബെയറിഷ് ക്യാൻഡിൽ വരും. ബെയറിഷ് ക്യാൻഡിൽ വന്ന് കൺഫർമേഷൻ ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സമാധാനത്തിൽ എക്സിറ്റ് ആവാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യാൻഡിൽസിന്റെ ടാർഗറ്റ് അറിയാം. ഉദാഹരണം പറയാണ്, ക്യാൻഡിൽസ് അറിയാം 28, അതിന്റെ ടാർഗറ്റ് അറിയാം, ചാർട്ടിന്റെ ഏരിയ അറിയാം. ഈ 3 ഏരിയയിലെ ബയ്യിങ് ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രീമിയം ക്യാൻഡിൽസ് സിംഗിൾ ആയിക്കോട്ടെ, ഡബിൾ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ വരുള്ളൂ. ഓക്കെ, ഇവിടെ ബുള്ളിഷ് ക്യാൻഡിലേ വരുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കണം. കാരണം ഇത് ഓൾറെഡി നിങ്ങൾ ശ്രദ്ധിക്കും. കാരണം എന്താ, ഇവിടെ നമ്മളെ ടാർഗറ്റ് എത്തും ഓട്ടോമാറ്റിക് ഡേ ടൈം ഫ്രെയിം ആണെങ്കിൽ 5 ക്യാൻഡിൽ ഇവിടെ വരും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. പിന്നെ ഇവിടുന്ന് എന്താകും, റേഞ്ച് ബോണ്ട് എടുക്കും. റേഞ്ച് ബോണ്ട് എടുത്തിട്ട്, അതായത് താഴോട്ട് വരുന്ന പോലെ ക്യാൻഡിൽ ഉണ്ടാവും, നിങ്ങൾ ഇവിടെ എക്സിറ്റ് ആയെന്ന് വെച്ചോ. ഇവിടെ റെസ്റ്റിംഗ് ക്യാൻഡിൽ ഉണ്ട്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലിൽ നമുക്ക് റെസ്റ്റിംഗ് ക്യാൻഡിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് പഠിക്കുന്നത്, ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഉണ്ട്, ഇവിടെ ബ്രേക്ക് ഡൗൺ ക്യാൻഡിൽ ഉണ്ട്. മനസ്സിലായോ? ബ്രേക്ക് ഔട്ട് ക്യാൻഡിലും ബ്രേക്ക് ഡൗൺ ക്യാൻഡിലും ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഈ ക്യാൻഡിൽ പുറപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സപ്പോസ് മുകളിലോട്ട് തന്നെ പോയെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് കൂടുതൽ സാധ്യത. 80% മുകളിലോട്ട് തന്നെ പോവുക. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക, പ്രീമിയം ക്യാൻഡിൽസിലാണ് വരിക. പ്രീമിയം ക്യാൻഡിൽസ് വന്ന് കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതേ ടാർഗറ്റ് നമുക്ക് ഇവിടെ, ഒരു ഉദാഹരണത്തിന് 5 പറയുകയാണെങ്കിൽ 5 നമുക്ക് ഇവിടെ കിട്ടി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആവും ഓൾറെഡി. കാരണം ക്യാൻഡിൽസിന്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ അത് കഴിഞ്ഞു. പിന്നെ മറ്റുള്ള ഡിഗ്രിയിൽ നോക്കുകയാണെങ്കിലാണ് കൂടുതൽ വരിക. അതെല്ലാം എല്ലാം ഡൈജസ്റ്റ് ആവണം. ഒന്ന് പഠിച്ചാൽ അത് ഡൈജസ്റ്റ് ആവും, പ്രാക്ടീസ് ചെയ്ത് പിന്നെയാണ് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മറ്റേ പഠിക്കുക. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. ഈ വിഷയം എന്ന് പറയുന്നത് പ്രീമിയം പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച്, ട്രേഡിങ്ങിനെ കുറിച്ചും പഠിക്കുന്നതാണ്. ഓക്കെ, മറ്റേത് രണ്ടും കംപ്ലീറ്റ്ലി ചാർട്ട് എഡ്യൂക്കേഷൻ ആണ്. വ്യക്തമായി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ റേഞ്ച് മോഡലിംഗ് നടക്കും. ഇതിന് റെസ്റ്റിംഗ് ക്യാൻഡിൽ എന്ന് പറയാം. ഇവിടെ പല ഫോർമേഷനിലും ക്യാൻഡിൽ വരും. നിങ്ങൾ പറഞ്ഞ ചക്രം കറങ്ങുന്ന ക്യാൻഡിലൊക്കെ എവിടെയേ വരുള്ളൂ. അത് പ്രീമിയം ക്യാൻഡിൽസ് ഒന്നും എവിടെയും വരില്ല. അതിന്റെ പ്രീമിയം ക്യാൻഡിൽസ് ഒന്നും എവിടെയും വരില്ല. ചക്രം കറങ്ങുന്ന ക്യാൻഡിൽ സെൻട്രൽ ബോർഡിൽ റേഞ്ച് മോഡലിൽ റെസ്റ്റിംഗ് ക്യാൻഡിലായിട്ടേ വരുള്ളൂ. അതിനുശേഷം ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് കിട്ടി, 5 ടാർഗറ്റ് കിട്ടി അല്ലെ. ഇനി ഒന്നാമത്തെ എന്താണ്, ക്യാൻഡിൽസ് ആണ്. 28 ക്യാൻഡിൽസ് എവിടെയല്ലേ വരിക, എല്ലാ ടൈം ഫ്രെയിമിനും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് എഴുതി വെച്ചോ. അതിനുശേഷം ഇവിടെ വരും, ബോട്ടത്തിൽ വരും. ഇതേതാണ്, ട്രെൻഡ് റിവേഴ്സൽ ആണ്. ഇവിടെ മിഡിൽ വരും. ഇവിടെ എന്താണ്, ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. അതായത് ന്യൂട്രൽ ആണ്, രണ്ട് ഭാഗത്തും പോകും. ഇവിടെ ന്യൂട്രൽ എഴുതിക്കോ. പിന്നെ ഇവിടെ എന്താ വരിക, ട്രെൻഡ് റിവേഴ്സൽ. ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ എന്താ വരിക, ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ താഴോട്ടാണ് വരിക. ഓക്കെ,
ഈ പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഈ പ്രീമിയം ക്യാൻഡിൽസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ 3 ഏരിയയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? പാറ്റേൺസുകൾ. പ്രീമിയം അത് ക്യാൻഡിൽസ് കൂടിച്ചേർന്ന് വരുന്നതിന് പാറ്റേൺ. 28 പ്രീമിയം ക്യാൻഡിൽസ് അത് ഓക്കെ. രണ്ടാമത്തെ എന്താണ്? പാറ്റേൺസ്. പാറ്റേൺസ് ഇന്നാളെ ഏതോ ഒരു സുഹൃത്ത് കമന്റ് ചെയ്തു. ആ ക്യാൻഡിലിങ് പറഞ്ഞുകൊണ്ടാണ്. എന്റെ പൊന്നു സഹോദര, ഇൻസ്റ്റിറ്റ്യൂഷണൽ കണ്ടന്റുകളാണ്. നിങ്ങള് അതായത് അത് പിന്നെ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന മാതിരി നെഗറ്റീവ് പറഞ്ഞാണ്. ദയവായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക. നമുക്ക് പറയാൻ പറ്റുന്ന ക്യാൻഡിൽസുകളും ഇൻഫർമേഷൻ നമ്മൾ ഇവിടെ ഇടും. മുമ്പ് ഞാനിത് ഇട്ടിട്ട് എനിക്ക് വാർണിംഗ് സൈൻ വന്നാണ്. ദയവായിട്ട് അങ്ങനെ കണ്ട പണി എടുക്കരുത്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് വെച്ചിട്ട് ഒരു ഇൻഫർമേഷൻ പോലെ പറഞ്ഞു തരാം സഹോദര. നമ്മൾ വികലാംഗ പെൻഷന് വന്നതല്ല. മാർക്കറ്റിൽ ബിസിനസ് ആണിത്. ട്രേഡ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ സ്റ്റോക്ക് ബൈ ചെയ്യാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് എന്ത് എഡ്യൂക്കേഷൻ എവിടുന്ന് വെച്ചാൽ പഠിച്ചോ. തീർച്ചയായിട്ടും അതിന്റെ ചില സുഹൃത്തുക്കൾ ഇതൊക്കെ ഉണ്ട്, ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത സുഹൃത്തുക്കളിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അല്ലാതെ കുറെ സുഹൃത്തുക്കളിൽ എന്ത് കണ്ടു കഴിഞ്ഞാലും 10 ലക്ഷം ലോസ് ആയാലും അതൊന്നും ആവുന്ന ആവശ്യമില്ല. നമുക്ക് അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. അങ്ങനെ പഠിക്കുക. എഡ്യൂക്കേഷൻ വേണ്ട ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ വെച്ചാൽ അന്വേഷിച്ച് കേരളത്തിൽ നിന്നോ നോർത്ത് ഇന്ത്യനോ ആമസോണിനോ എവിടെ വെച്ചാൽ പഠിക്കുക. ഓക്കെ. ഇന്നലെ ഒരു കമന്റ് ഞാൻ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. പുള്ളിക്ക് വേഗം തിരക്കി ഇത് കിട്ടിയിട്ട് വേണം. എങ്ങനെ കിട്ടിയാലും അച്ചാറിടാൻ പറ്റില്ല സോദര. പഠിപ്പിക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ബേസിൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം അത് ഇൻഫർമേഷൻ കേൾക്കാനുള്ള മനസ്സമാധാനം ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ ഇത് ഇങ്ങനത്തെ പറയാം? അത് ഏതോ ഒരു നെഗറ്റീവ് എല്ലാ നല്ല വീഡിയോസിന്റെ അടിയിലും വന്ന് കമന്റ് ചെയ്യും. ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞല്ല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇനിയും കമന്റ് ഇടാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത് പുള്ളിക്ക് വേഗം ക്യാൻഡിൽസിന്റെ പേരും അതിന്റെ ഇതെല്ലാം അറിയാനായിട്ടാണ്. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് വന്നു. അപ്പൊ ഇവിടെ ഇവിടെ എത്തിയതിന് ശേഷം എന്ത് സംഭവിക്കുക? ഇവിടെ താഴോട്ട് വരും. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ നമുക്ക് ഈ ടാർഗറ്റ് കാണുമ്പോൾ 14 ബുള്ളിഷ് ഉണ്ട്, 14. അപ്പൊ ബേരിഷ് ഗ്രൂപ്പാണ് നമുക്ക് കാണിച്ചു തരാം. അതിന്റെ പ്രീമിയം ക്യാൻഡിൽസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് സമാധാനത്തിന് കൺഫർമേഷൻ വേണമെങ്കിൽ 1 അവർ പോവാം. ഓക്കെ. ഇനി സിംഗിൾ ഒന്ന് പഠിച്ചു. ഓക്കെ. അപ്പൊ ഹാമർ അതുപോലെ തന്നെ ഇനിയിപ്പോ ഡബിളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ക്യാൻഡിൽ ഹാമർ പറഞ്ഞാൽ ഒത്തിരി ക്യാൻഡിൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ നിങ്ങൾക്ക് അറിയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഉദാഹരണത്തിന് ഡബിളും കൂടിയും പറഞ്ഞുതരാം. 28 നമ്മളെ ഡബിൾ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ബുള്ളിഷ് ഇൻഗൾഫിംഗ്. ബുള്ളിഷ് ഇൻഗൾഫിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് വിഴുങ്ങുന്ന ക്യാൻഡിൽ എന്നൊക്കെ എഴുതിയില്ല ഞാൻ പഠിച്ചത്. അതും എവിടെ വരിക? ബോട്ടത്തിലാണ് വരിക. ഇവിടെ റെസ്റ്റിംഗ് ക്യാൻഡിൽ വരും. പിന്നെ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ആവും. പിന്നെ ടോപ്പ് നമ്മുടെ ടാർഗറ്റ് ഇതിലേക്ക് വരും. അപ്പൊ ഇവിടെ എന്താണ്? ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് വരിക. ഇവിടുന്ന് താഴോട്ടും പോകും, മുകളിലോട്ടും പോകും. അതാണ് പ്രത്യേകത. എഴുതി വെച്ചോ. 3 ഏരിയ സെന്ററിൽ. ഓക്കെ. ഇത് മിഡിൽ ഏരിയ ആണ്. ബോട്ടം ബോട്ടത്തിൽ ഇവിടെ ന്യൂട്രൽ ആണ്. ന്യൂട്രൽ അതാണ് ഇതിന്റെ ട്രെൻഡ് കണ്ടിന്യൂഷൻ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇവിടെ ടോപ്പിൽ എന്താ വരിക? ബെയറിഷ് ഇൻഗൾഫിംഗ് വരും. ഓക്കെ. ഇവിടെയോ ബെയറിഷ് ഇൻഗൾഫിംഗ് താഴോട്ട് വരും. ഉദാഹരണം പറയാം ഡബിൾസിൽ. ഇവിടെ എന്താ പറഞ്ഞത്? അപ്പൊ ഇതിന്റെ വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. താഴോട്ട് വരുമ്പോൾ ബെയറിഷ് ഇൻഗൾഫിന് വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. ഇവിടെ നമ്മളിപ്പോ എന്താ പറഞ്ഞ ഹാമർ. ഇവിടെ എന്താ വരിക? ഷൂട്ടിംഗ് സ്റ്റാർ വരും. അതിന്റെ കൺഫർമേഷൻ ക്യാൻഡിൽ വരും. അത് താഴോട്ട് വരും. പ്ലീസ് ഇത്രേ ഉള്ളൂ. ഓക്കെ. സിമ്പിൾ. ഇനി ഇതേ സ്ഥലത്ത് തന്നെ നമുക്ക് എന്ത് വരിക? ക്യാൻഡിൽസ് കൂടി ചേർന്ന് വരുന്ന പാറ്റേൺസ് ഏടിയാ പഠിക്കുക നമ്മള്? ബോട്ടം, മിഡിൽ, ടോപ്പ്. ഓക്കെ. അപ്പൊ ഈ ബോട്ടത്തില് ഒന്നാമത്തെ ബോട്ടത്തിൽ ക്യാൻഡിൽസ് വരും. 28 ക്യാൻഡിൽസ്, മിഡിൽ, ടോപ്പ്. ഓക്കെ. ഈ ക്യാൻഡിൽസും ഇതിന്റെ വ്യക്തമായ ടാർഗറ്റ് എവിടെ വരും? ബോട്ടത്തിലും മിഡിലും ടോപ്പിലും ക്യാൻഡിൽസ്. ഓക്കെ. ക്യാൻഡിൽസ്. ഇനി പാറ്റേൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഓക്കെ. ഇവിടുന്ന് വന്നിട്ട് താഴെ പോവും. അപ്പൊ ഇവിടെ മിഡിൽ വരും. അതുപോലെ തന്നെ സെൻട്രൽ ബോട്ടം പാറ്റേൺ സെപ്പറേറ്റ് പഠിക്കും. അതുപോലെ തന്നെ മിഡിൽ ക്യാൻഡിൽസ് പാറ്റേൺസ് സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ടോപ്പിൽ ക്യാൻഡിൽസ് പാറ്റേൺസ് സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ. എല്ലാത്തിനും ഓരോ ഈ ചാർട്ടിനെ 3 ഏരിയ അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഏരിയയിൽ ക്യാൻഡിൽസ് വരും. സെൻട്രലിലെ ക്യാൻഡിൽസ് പഠിക്കുന്നുണ്ട്, ബോട്ടത്തിലെ ക്യാൻഡിൽസ് പഠിക്കുന്നുണ്ട്, ടോപ്പിലെ ക്യാൻഡിൽസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടത്തിലെ പാറ്റേൺസ് പഠിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു പാറ്റേൺസ് ഇവിടെ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതേതായിരിക്കും? ഡബിൾ ടോപ്പ് എടുക്കുക. ഡബിൾ ടോപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ റേഞ്ച് ബോണ്ടിൽ ട്രയാങ്കിൾ വരും അല്ലെ? വന്നിട്ട് ഏത് പാറ്റേൺ ആണ്? സെൻട്രലിലെ പാറ്റേൺ ആണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അത് ഒരിക്കലും ബോട്ടത്തിലും വരില്ല, ടോപ്പിലും വരില്ല. അത് സെൻട്രലിലേ വരുള്ളൂ. പ്രീമിയം പാറ്റേൺസ് ആണ്. അതങ്ങനെയാണ്. നമ്മൾ പ്രീമിയം കണ്ടന്റുകളെല്ലാം നമുക്ക് അത് അതിൻ്റെതായ സ്ഥാനത്തേ കാണുള്ളൂ. അസ്ഥാനത്ത് ചുമ്മാ എന്ന് പറയുന്നത് കാണുകയില്ല. അങ്ങനെ പഠിക്കാനും പറ്റില്ല. ഈ സെന്ററിലേ അത് വരുള്ളൂ ട്രയാങ്കിൾ. പിന്നെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ നമ്മൾ നേരെ ടോപ്പിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ടോപ്പിൽ എന്താ വരിക? ബെയറിഷ്. ഇപ്പൊ ഡബിൾ ബോട്ടത്തിന് നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഡബിൾ ടോപ്പ് വരും. ഡബിൾ ടോപ്പ് വന്നു കഴിഞ്ഞാൽ എന്താവും? പ്രീമിയം ക്യാൻഡിൽസ് ആണ്. ഇതെല്ലാം കാണിച്ചു തരാം. പാറ്റേൺസിനെയും കാണിച്ചു തരുന്ന പ്രീമിയം ക്യാൻഡിൽസ് ആണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ഡേയിലാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ദിവസം ഇതിങ്ങനെ റേഞ്ച് കൊണ്ട് കിടണം അല്ലെ? ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ ഹ്യൂജ് ടാർഗറ്റ്. ഇപ്പൊ ക്യാൻഡിൽസിന് ഒരു ഉദാഹരണത്തിന് 5 ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഇതിന് എത്ര വരും? ഇതിന് 10 ദിവസം വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ കൺഫർമേഷൻ ക്യാൻഡിൽ എടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ബൈ ചെയ്യുന്നു. ഇവിടെ റേഞ്ച് ബൗണ്ട് വന്നാൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുന്നപ്പോഴാണ് ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. എന്ത്? ബ്രേക്ക് ഔട്ട് കാണാൻ വേണ്ടിയിട്ട്, പാറ്റേൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പാറ്റേൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഔട്ട് ആവുന്ന സമയത്ത് നമുക്കിവിടെ ഈ റിട്രേസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. ആ സമയത്ത് ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് 10 ക്യാൻഡിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ എന്താ നോക്കേണ്ടത്? ക്യാൻഡിൽസ് ആണ് നോക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡബിൾ ടോപ്പ് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ ബെയറിഷ് ക്യാൻഡിലും കൺഫർമേഷൻ പ്രീമിയം ക്യാൻഡിലും വന്നു കഴിഞ്ഞാൽ 1 അവറിൽ പോവുക, കൺഫേം ചെയ്യുക, എക്സിറ്റ് ആവുക, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ 3 ഏരിയയിലാണ് നമ്മുടെ എല്ലാ സംഗതികളും വരിക. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ മറ്റേലേക്ക് ഞാൻ പോകുന്നില്ല, ഇത് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ പ്രൈസ് ഡൈവേർജൻ കാണിച്ചു തരുന്നതാണ്. RSI ഉണ്ട്, അതുപോലെ തന്നെ ബൊളിഞ്ചർ ബാൻഡിന് അതിൻ്റെതായ യൂസേജ് ഉണ്ട്, മാഗ്ഡിക്ക് അതിൻ്റെതായ യൂസേജ് ഉണ്ട്, അതുപോലെ തന്നെ ഫിബിനാശി ടൂൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ സാറ്റിൻ സെറ്റിംഗ്സ് പറഞ്ഞു ഇവിടെ എന്താ വരിക? ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരിക. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് RSI. ഓക്കെ. RSI എടുത്തു, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അത് വന്നു. ഓക്കെ. അതിനുശേഷം അത് നിഫ്റ്റി ആണെങ്കിൽ നമുക്ക് 70-30 കൊടുക്കാം. ഇൻഡെക്സ്, ഹെവി വെയിറ്റേജ് ഇൻഡെക്സ്. ഓക്കെ. സ്റ്റോക്സ് ആണെങ്കിൽ നമുക്ക് 80-20 കൊടുക്കാം. ഒരിക്കലും ഇത് വെച്ചുകൊണ്ട് ഞാൻ നാളെ കണ്ട് ഫേസ്ബുക്ക് കണ്ടിട്ട് ഓവർ ബോട്ട് ഓവർ സോൾഡ്, എന്റെ പൊന്ന് സഹോദര, അതിനൊക്കെ വേറെ ഇൻഡിക്കേറ്റർ, അതാണ് പ്രോപ്പർ യൂസേജ് പഠിക്കാൻ പറയുന്നത്. ഇതൊരിക്കലും, ഇതിപ്പോ ഞാൻ പറയട്ടെ, പ്രൈസ് 1000 പോയിന്റ് കയറിയാലും RSI എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കൂ 80 അല്ലെ? പിന്നെ അതെങ്ങനെ ഓവർ ബോട്ട് ഓവർ സോൾഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക? ഒരിക്കലും ഇല്ല. അപ്പൊ അതാണ് റോങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ. RSI കഴിഞ്ഞാൽ പിന്നെന്താ വരുന്നത്? 5 ഇൻഡിക്കേറ്ററിൽ നമുക്ക് വരുന്നത് എന്താണ്? ഒന്നാമത്തത് എന്താണ്? മൂവിങ് ആവറേജ് ആണ്. തീർച്ചയായിട്ടും 20 EMA, 20 EMA. അത് നമ്മൾ ഈ മൂവിങ് ആവറേജ് ക്രോസ് അടിക്കുക, അവിടെ EMA നടിച്ചിട്ട് അവിടെ EMA ക്രോസ് അടിക്കുക. ഓക്കെ. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. ഓക്കെ. ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്റ്റൈല് ഇതിന്റെ ഇൻപുട്ടിൽ പോയിട്ട് 20ഉം 50ഉം അടിക്കുക. ഓക്കെ. മൂവിങ് ആവറേജ് അതാണ്. ഓക്കെ. ഇനി പിന്നെ വരുന്ന മൂവിങ് ആവറേജ്, അതിനുശേഷം മൂവിങ് ആവറേജ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് മൂവിങ് ആവറേജും RSIയും എപ്പോഴും ചാർട്ടിൽ വേണം. ഓക്കെ. എപ്പോഴും ക്യാൻഡൽസിന്റെ കൂടെ എപ്പോഴും വേണം. തീർച്ചയായിട്ടും അത് അതിന്റെ പ്രോപ്പർ പ്രീമിയം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന എന്താണ്? ഈ മൂവിങ് ആവറേജ്, RSI, പിന്നെ അതിനുശേഷം വരുന്ന എന്താണ്? ബൊളിഞ്ചർ ബാൻഡ് നമ്മൾ ഇവിടെ അടിക്കുക. ഓക്കെ. മാഗ്ഡി, ബൊളിഞ്ചർ ബാൻഡ്, ഇതാണ് മൂവിങ് ആവറേജ്, RSI, മാഗ്ഡി, ബൊളിഞ്ചർ ബാൻഡ്, ഫിബിനാശി. അപ്പൊ ബൊളിഞ്ചർ ബാൻഡും മാഗ്ഡി ഇവിടെ കിട്ടും. ബൊളിഞ്ചർ ബാൻഡ് നമുക്ക് സെർച്ചിൽ അടിക്കാം, ഇൻഡിക്കേറ്ററിൽ ബൊളിഞ്ചർ ബാൻഡ്. അതിനുശേഷം നമ്മൾ ബൊളിഞ്ചർ ബാൻഡ്സ്, ഓക്കെ, ഇവിടെ കാണാം. അതുപോലെ തന്നെ മാഗ്ഡി ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. മാഗ്ഡി നമ്മൾ എവിടെ ഉപയോഗിക്കുക? മാഗ്ഡി എന്തിനാ? ഓവർ ബോട്ട് ഓവർ സോൾഡിനാണ്? ഒരിക്കലും അല്ല. മാഗ്ഡി എന്ന് പറയുന്നത് ഡൈവർജൻ നോക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് അതിൻ്റെതായ സെറ്റപ്പ് ഉണ്ട് മാഗ്ഡിക്ക്. ഓക്കെ. മാഗ്ഡി അടിച്ചു. ഇനി പിന്നെ വരുന്നത് എന്താണ്? ഫിബിനാശി നമുക്ക് ഇതിൽ കിട്ടുകയില്ല. ഫിബിനാശി നമ്മൾ എവിടെ ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ ചെക്ക് ചെയ്യണം. ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഫിബിനാശി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 0 to 100 ആണ് നമ്മൾ നോക്കുക. ഓക്കെ. അപ്പൊ ഇത് ഗോൾഡൻ റേഷ്യോ ആണ്. ഇവിടെ എന്താണ്? റെസിസ്റ്റൻസ് ആണ് 78.6. അതുപോലെ 100 റെസിസ്റ്റൻസ് ആണ്. 61.8 എന്താണ്? ഗോൾഡൻ റേഷ്യോ ആണ്. 50 ഗോൾഡൻ റേഷ്യോ ആണ്. അതുപോലെ തന്നെ 38.2 ഗോൾഡൻ റേഷ്യോ ആണ്. 23.6 ഗോൾഡൻ റേഷ്യോ ആണ്. ഓക്കെ. അപ്പൊ ഏതൊരു പ്രൈസും നമ്മൾ പറഞ്ഞത് ഫിബിനാശിയിൽ എത്തുമ്പോൾ ഈ 50ൽ തട്ടി അവിടെ നിൽക്കും. എന്നിട്ട് താഴോട്ട് 50%. ഇവിടുന്ന് എത്രയാണ്? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ 100ൽ വരച്ചു. 100ൽ വരച്ചു കഴിഞ്ഞാൽ പ്രൈസ് 50 വന്നിട്ടേ പിന്നെ അടുത്ത 100ലേക്ക് പോവുള്ളൂ. അങ്ങനെ ഓരോന്നിനും ഓരോതായ എഡ്യൂക്കേഷൻ ഉണ്ട്. അത് ഇവിടെ ദയവായിട്ട് നിങ്ങൾ ആരും ക്ഷമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ ഇട്ടിട്ട് എനിക്ക് പ്രശ്നമായതാണ്. അതുകൊണ്ട് നമ്മുടെ ഇത് ഉള്ള ബേസിക് ഇൻഫർമേഷൻ തരുന്ന കൂടി ഇപ്പോൾ. ഇനി നമ്മൾ ടെക്നിക്കലിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇത് കഴിഞ്ഞു. പിന്നെ ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, വോളിയം, പിന്നെ അതുപോലെ തന്നെ ചാർലീസ് ഡൗ തിയറി, അത് ഇതിലാണ് പഠിക്കുന്നത്. ചാർലീസ് ഡൗ തിയറി എന്ന് പറയുന്നത് എന്റെ ബേസ് ഫോം ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാർലീസ് ഡൗ തിയറി ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് 6 പ്രധാന പോയിന്റ് ഉണ്ട്. അതിൽ പ്രൈസ് ഡിസ്കൗണ്ട് ഫോർ, അതായത് പ്രൈസ് ഡിസ്കൗണ്ട് എവറിത്തിങ് എന്നുള്ളതും അതിന്റെ സംബന്ധപ്പെട്ട കാര്യങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് വരുന്നത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്തൊക്കെയാണ് വരുന്നത്? ഒന്നാമത്തെ എന്താണ്? പബ്ലിക് മാർക്കറ്റ്. രണ്ടാമത്തത് സ്റ്റോക്ക് മാർക്കറ്റ്. മൂന്നാമത്തത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ്. നാലാമത്തത് എന്താണ്? അതായത് ഇൻവെസ്റ്റ്മെന്റ് ലോകത്തുള്ള എല്ലാ മാർക്കറ്റിലും, US മാർക്കറ്റ് ആയിക്കോട്ടെ, US മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഒരേ നിയമമാണ്. മൂന്നാമത്തത്. ഓക്കെ. നാലാമത്തെ എന്താണ്? കംപ്ലീറ്റ് ലോകത്തുള്ള സ്റ്റോക്ക് ട്രേഡിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് ഓപ്ഷൻ ട്രേഡിങ്ങിനും ഫ്യൂച്ചർ ട്രേഡിങ്ങിനും വേറെ കോഴ്സ് ഒന്നുമില്ല സഹോദരൻ. അതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നൊക്കെ എനിക്ക് ഇപ്പോൾ ചെയ്യേണ്ട സ്റ്റോക്കാണ്, എനിക്ക് ഫ്യൂച്ചർ ഓപ്ഷൻ. നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അറിയാത്ത സുഹൃത്തുക്കൾ ചോദിക്കുന്ന എന്റെ സഹോദര, സ്റ്റോക്ക് ട്രേഡ് ചെയ്യാനായിക്കോട്ടെ, ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാനായിക്കോട്ടെ, എല്ലാത്തിനും പ്രൈസിന്റെ ഡയറക്ഷൻ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോ. നിങ്ങൾ ഓപ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീമിയത്തിന്റെ ചാർട്ട് നോക്കരുത്, ഇൻഡെക്സിന്റെ ചാർട്ട് നോക്കുക. ഇപ്പൊ നിഫ്റ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഹൈലി ലിക്വിഡിറ്റി ഉള്ളത്. അപ്പൊ നിഫ്റ്റിയിൽ മാത്രമേ ചെയ്യാവുള്ളൂ. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മാത്രമേ ഓപ്ഷൻ ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ എന്ത് നോക്കണ്ടേ? നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ടാണ് നോക്കേണ്ടത്. ഫ്യൂച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോക്സിന്റെ ആയിക്കോട്ടെ, ഇൻഡെക്സിന്റെ ആയിക്കോട്ടെ, ഇൻഡെക്സ് ചാർട്ടാണ് നോക്കേണ്ടത്, ഫ്യൂച്ചറിന്റെ ചാർട്ടല്ല നോക്കേണ്ടത്. മനസ്സിലാവും? അത് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം സ്റ്റോക്കാണ് സുപ്രീം ലാഭം കിട്ടുന്നത്. 3 വർഷത്തോ 1 വർഷത്തോ 1 മാസത്തോ, 1 മാസത്തിന് താഴോട്ട് ചെയ്യാണ്ടിരിക്കുക. ടെക്നിക്കലി പഠിച്ചുകൊണ്ട് ചെയ്യുക. ടെക്നിക്കലി നിങ്ങൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല, ക്യാൻഡൽസുകൾ പഠിക്കുക. ഓക്കെ.
അത് എവിടുന്ന് വെച്ചാൽ പഠിക്കുക. അത് ഇവിടെ ഇട്ടുകൂടാത്തതുകൊണ്ടാണ് ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരണ്ടേ, അതിനു വേണ്ടി പറഞ്ഞു തന്നാണ്. അപ്പോൾ നമ്മളെന്തൊക്കെ പഠിച്ചത്? അപ്പോൾ സ്റ്റോക്ക് ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ്, രണ്ടാമത്തെ ട്രേഡിംഗ്. ട്രേഡിംഗിൽ നമ്പർ 1 എന്താണ്? സ്റ്റോക്ക് ആണെന്ന് പഠിച്ചു. ഫ്യൂച്ചർ ഓപ്ഷൻസ്. ഓക്കെ, ഫ്യൂച്ചർ ഓപ്ഷൻസ് രണ്ടും കോൺട്രാക്ട്, അത് ഹെഡ്ജിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. സ്റ്റോക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോകുമ്പോൾ ഹെഡ്ജിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. സ്റ്റോക്ക് ട്രേഡിംഗിൽ ഒന്നാമത്തെ വരുന്നത് എന്താണ്? സ്മാർട്ട് മണിയാണ് മാർക്കറ്റ് ഭരിക്കുന്നത് നമ്മൾ പഠിച്ചു. അവർക്കാണ് 40% ഹോൾഡിംഗ്, അതായത് 1 കോടി ഷെയറൊക്കെ അവരുടെ കയ്യിലുണ്ടാവുക. 1 കോടിയിൽ 90 കോടിയും അവരിൽ തന്നെ 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ഗ്രൂപ്പ് 1 എന്താണ്? ബയേഴ്സ് ആണ്. സെല്ലിംഗ് ഗ്രൂപ്പ് രണ്ടാമത്തത്. അപ്പൊ അവർ ബൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആരാണ് ഇത് കാണിച്ചു തരുന്നത്? ഫണ്ടമെന്റൽ ന്യൂസ് ആണ്, ഒരിക്കലുമല്ല. പ്രീമിയം ക്യാൻഡൽസുകളാണ് കാണിച്ചു തരുന്നത്. ചാർട്ടിന്റെ സെറ്റിംഗ്സ് പഠിച്ചു. ഇൻഡെക്സ്, സെക്ടർ ഇൻഡെക്സ്. തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി, അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ വരിക? ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നതാണ് HDFC ബാങ്ക്, ICICI ബാങ്ക്, അങ്ങനെ സെക്ടർ ഇടുക, സെക്ടർ ഇൻഡെക്സ് ഇടുക. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോൾ അങ്ങനെ അതിൻ്റെതായ സ്റ്റോക്ക് ഇടുക. FMCG എന്ന് പറയുമ്പോൾ HUL, നെസ്ലെ ഇൻഡെക്സ് ഇടുക, അതിനുശേഷം ആ സ്റ്റോക്കുകൾ ഇടുക. മറ്റുള്ള എല്ലാ സെക്ടറിനും ആദ്യം സെക്ടർ ഇൻഡെക്സ് ഇടുക, അതിനുശേഷം അതിൻ്റെതായ ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്ക് ഇടുക. എത്ര പൈസയെ നമ്മൾ എടുത്തുള്ളൂ? നമ്മുടെ സുഹൃത്തുക്കൾ കാണാൻ ഒരു ലക്ഷക്കണക്കിന് സ്റ്റോക്കുകൾ വെക്കുന്നു. നിങ്ങൾ ഈ ഏറ്റവും കൂടുതൽ മണി ഇമോഷനാണ് നമ്മൾ പഠിക്കാതെ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്മോൾ ക്യാപ്പ് പെന്നി സ്റ്റോക്കിന് വില കുറവാണ്. അതിന്റെ പെർസെൻറ്റേജ് മൂവ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു. 10 രൂപയുള്ള സ്റ്റോക്ക് 0.50 പൈസയെ കയറുള്ളൂ. പക്ഷെ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരാ ചെയ്യുന്നത്. കാരണം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ റിസ്ക് ആണത്. കാരണം എന്താ? ആ സ്റ്റോക്കിൽ എന്തും സംഭവിക്കും. മറ്റുള്ള സ്റ്റോക്കിൽ അങ്ങനെയല്ല. അത് സിന്ധികൾ വരെ ഈ നമ്മളെ പറഞ്ഞ കുർത്തയും കുറിച്ച് ബജാനെ വെട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മളെ പോലെ ഒരു സാധാരണക്കാരൻ കോടിക്കണക്കിന് ഉറുപ്പിക ഉണ്ടെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യും. അത് ലോക്കായി കളയും. നിങ്ങളുടെ പൈസ മൊത്തം പോകും. 1 ലക്ഷം ഉണ്ടെങ്കിൽ ആ മൊത്തം പോകും. ഈ ഗ്രീഡാണ് സഹോദരൻ മാർക്കറ്റ് കാലുവാരി നിലത്തടിക്കുന്നത്. എന്തിനാണ് ഈ പ്രീമിയം സ്റ്റോക്ക് ചെയ്യാൻ തന്നെ നമുക്ക് 10-100 സ്റ്റോക്ക് ഉണ്ട്. അത് ചെയ്യാൻ തന്നെ പൈസ ഇല്ല. ആകെ 1 ലക്ഷം 2 ലക്ഷം കൊണ്ടുവരിക. അത് നിങ്ങൾ 4 സെക്ടറിന്റെ ഇൻഡെക്സിൽ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ 4 സ്റ്റോക്കുകളിൽ ടെക്നിക്കൽ പഠിച്ചുകൊണ്ട് ലോങ് സിങ്ങിന് വിടുക. അല്ലെങ്കിൽ ഷോർട്ട് സിങ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ആൻഡ് കാരിയിൽ ബൈ ചെയ്തുകൊണ്ട് ബൈ സെല് ചെയ്യുക. ക്യാൻഡൽസ് നോക്കി കഴിഞ്ഞാൽ മതി. അപ്പോൾ 15 മിനിറ്റ്സിൽ ക്യാൻഡൽസ് വരും, 1 മിനിറ്റിൽ പാറ്റേൺസും ക്യാൻഡൽസും വരും, അതിന്റെ ടാർഗറ്റ് ഉണ്ട്. പാറ്റേൺസ് വരും, അതിന്റെ ടാർഗറ്റ് ഉണ്ട്. 15 മിനിറ്റ്സിൽ വരും, 1 അവറിൽ ക്യാൻഡൽസ് വരും, പാറ്റേൺസ് വരും. അതായത് 1 ഡേയിൽ വരും, 1 വീക്കിൽ വരും, എല്ലായിടത്തും ക്യാൻഡൽസും പാറ്റേൺസും വരും. ഓക്കെ, അപ്പൊ ഇത് പ്രീമിയം പ്രൈസ് ആക്ഷൻ ആണ്. അപ്പോൾ പ്രീമിയം പ്രൈസ് ആക്ഷനിൽ ഒന്നാമത് ക്യാൻഡൽസ് പഠിച്ചു. ട്രേഡിംഗ് സെക്ഷനിൽ, ഇൻവെസ്റ്റ്മെന്റ് സെക്ഷനിൽ ഫണ്ടമെന്റൽ അനാലിസിസും അതിന്റെ കംപ്ലീറ്റ് പ്രീമിയം ലെവൽസും പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എവിടെ നിന്ന് വെച്ചാൽ പഠിക്കുക. അത് നമ്മളിവിടെ പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ദയവേരൊന്നും വിചാരിക്കരുത്. കാരണം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവർ നിങ്ങൾ ചെയ്യുന്ന ഒരു കച്ചവട സംഗതി, ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ആണ് പറഞ്ഞു കൊടുത്തത്. ആ സാധനം ഞാൻ എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരാണ്. അതുകൊണ്ടാണ് ദയവായിട്ട് വിഷമിക്കാതിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവർ ചെയ്യുന്ന ഒരു തൊഴിലുമാണ്. അതായത് എനിക്ക് എന്തോ ഒരു ഇടങ്ങൽ പോലെ. ഓക്കെ, അത് ഈ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നതിന് നമുക്ക് അറിവിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്നവരോട് അത് ചെയ്യുന്നത് വെച്ചിട്ട് ഒരിക്കലും ഞാൻ ഇതിന്റെ സെല്ലിംഗുമായിട്ട് നടക്കുന്ന ആളല്ല. ഇത് ഇൻഫർമേഷൻ പറഞ്ഞു തന്നെന്താ, ഇത് അറിയാതെ ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കൾ. അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞോട്ടെ, അവരതാണ് ഇപ്പോഴും ഫണ്ടമെന്റൽ ആണെന്നുള്ള അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഇതാണ് ഡയറക്ഷൻ. ഇപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് അങ്ങനെ ചെയ്തോട്ടെ, അതൊന്നും പ്രശ്നമല്ല. അപ്പൊ ഒന്ന് പ്രീമിയം ക്യാൻഡൽസ് 28, അത് ബോട്ടം മിഡിൽ ടോപ്പിലാണ് വരിക. അത് പഠിച്ച് ബോട്ടം മിഡിൽ ടോപ്പ് ഇങ്ങനെ 3 ഏരിയയിലാണ് വരിക. അപ്പം ഇങ്ങനെ 3 ഏരിയയിലാണ് വരിക. ഓക്കെ, ക്യാൻഡൽസ് ഇവിടെയാണ് വരിക. ക്യാൻഡൽസ് ബോട്ടത്തിലാണ് വരിക. അതുപോലെ പാറ്റേൺസ് ബോട്ടത്തിലാണ് വരിക. മിഡിൽ വരുന്നത് എന്താണ്? ന്യൂട്രലാണ്. മുകളിലും താഴെയും പോകും. ടോപ്പിൽ വരുന്നത് ഡൗൺ ട്രെൻഡാണ്. അതിനുശേഷം ഒന്നാമത്തെ പോയിന്റുകൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ 28, ഇത് നിങ്ങൾ ഏഴുന്ന് പഠിക്കുമ്പോൾ ഇത് അന്വേഷിച്ച് പഠിക്കുക. ഒന്നാമത്തെ 28 ക്യാൻഡൽസ്, രണ്ടാമത്തെ 16 പാറ്റേൺസ്, മൂന്നാമത്തെ എന്താണ്? പ്രൈസ് ഗ്യാപ്പ്. വെരി ഗുഡ്, അത് പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണ് മൂന്നാമത്തെ പ്രൈസ് ഗ്യാപ്പ്? 4. അഞ്ചാമത്തെ എന്താണ്? നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, പ്രീമിയം ഇൻഡിക്കേറ്റേഴ്സ് 5 എണ്ണം. അതുപോലെ തന്നെ പിന്നെ അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, വോളിയം. പിന്നെ ഈ ടെക്നിക്കൽ അനാലിസിസ് വരുന്ന പ്രധാന വിഷയം എന്താണെന്ന് അറിയോ നിങ്ങൾ? ചാർലീസ് ഡൗ തിയറി. ഓക്കെ, ചാർലീസ് ഡൗ തിയറി പ്രീമിയം പ്രൈസ് ആക്ഷൻ ടെക്നിക്കൽ അനാലിസിസ് വരുന്നതാണ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് ടെക്നിക്കൽ അനാലിസിസ് വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ്, പബ്ലിക് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെന്റ് എഴുതിക്കോ. ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ അനാലിസിസ്, അതിനുശേഷം ഇൻവെസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യേണ്ട ഫണ്ടമെന്റൽ അനാലിസിസ്, അത് വേറെ പ്രീമിയം ലെവലാണ്. അതിനുശേഷം വരുന്നത് എന്താണ്? ട്രേഡിങ്ങിന്റെ സെറ്റപ്പ്. ട്രേഡിങ്ങിന് സെക്ടർ ഇൻഡെക്സ്, ഇമോഷൻ, മാർക്കറ്റ് ഇമോഷൻ എല്ലാം നമ്മൾ പഠിക്കൂ. അതിനുശേഷം ആ എല്ലാ ഇമോഷൻസും ക്യാൻഡൽസ് കാണാൻ പറ്റണം സുഹൃത്തുക്കൾ. അതാണ് നിങ്ങൾ എഴുതി വെച്ച പോയിന്റ്. അതാണ് ക്യാൻഡൽസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ക്യാൻഡൽസിന്റെ പുസ്തകം മേടിച്ച് പഠിച്ചാൽ നിങ്ങളെ ലൈഫ് ചേഞ്ച് ആവും. ക്യാൻഡൽസ് അതിൽ വരുന്ന, അതാണ് സ്മാർട്ട് മണിന്റെ കംപ്ലീറ്റ് വില. അതിലാണ് കാണിക്കുക. അത് പക്കാ വർക്ക് ചെയ്യും. അത് പഠിക്കുക. അത് എങ്ങനെയെങ്കിലും പഠിച്ചാൽ, ആ ഒരു പുസ്തകം മാത്രം പഠിച്ചാൽ, വേറൊന്നും നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ രക്ഷപ്പെടും. അപ്പൊ അത്
കാൻഡൽസ് ആണ് വില. അപ്പൊ അത് കൂടിച്ചേർന്ന് വരുന്ന പാറ്റേൺസ് ആണ്. അത് കൂടിച്ചേർന്ന് വരുന്ന പാറ്റേൺസ് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രോപ്പർ യൂസേജ്, പ്രൈസ് ഗ്യാപ്പ്, പിന്നെ ചാർലീസ് ലവ് തിയറി. ചാർലീസ് ലവ് തിയറി കഴിഞ്ഞാൽ എലിയോട്ട് ന്യൂ വേവ് തിയറിന്റെ സ്ട്രക്ചർ. അതൊരു വേറെ വിഷയമാട്ടോ. അത് ഹൈലി കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. നമ്മൾ അതിൽ ഇതിൽ പറയുന്നില്ല. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിന്റെ ബേസ് ഫോം, അതിലുള്ള ഒന്നാമത്തെ ഇമ്പൾസ്, കറക്ഷൻ, ടെർമിനൽ ഇമ്പൾസ്, സിഗ്സാക്ക്, ഫ്ലാറ്റ്, ട്രയാങ്കിൾ, അങ്ങനെ അതിന്റെ പാറ്റേൺസ് കംപ്ലീറ്റ് വേറെയാണ്. അതിന്റെ അളക്കുന്നത് ഇപ്പൊ നമ്മൾ ഫിബിനാച്ചിന്റെ പ്രോപ്പർ യൂസേജ് പ്രീമിയം പ്രൈസ് ആക്ഷനിലാണ് പഠിക്കുക. മൂവിംഗ് ആവറേജിന്റെ പ്രോപ്പർ യൂസേജ് പ്രീമിയം പ്രൈസ് ആക്ഷനിലാണ് പഠിക്കുക. മറ്റുള്ളവർ എന്താ പഠിക്കുന്നത്? ആ ഇപ്പൊ ഇമ്പൾസ് കറക്ഷനും അതുപോലെ അതിൽ തന്നെ കറക്ഷൻ പാറ്റേൺസ് വരുന്നുണ്ട്. സിഗ്സാഗ്, ഫ്ലാറ്റ്, ട്രയാങ്കിൾ. അതിനെ അളക്കുന്നതാണ് ഫിബിനാച്ചി അതിൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ല? അതിനെ അളക്കുന്നത്, അത് ഓരോ കറക്ഷനും ട്രെൻഡും അളക്കുന്ന ലെവൽസ് ഉണ്ട് ഫിബിനാച്ചി. അത് കറക്ഷൻ ഉണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്. അത് രണ്ടും അളക്കുന്നതിനാണ് ഫിബിനാച്ചി അതിൽ ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ ചെയ്യാം. അപ്പൊ ഇത് ഇത്രയും ദീർഘിച്ചു പോയെന്നാണ്. കംപ്ലീറ്റ് വീഡിയോസ് ബേസ് ഇൻഫർമേഷൻ ടെക്നിക്കലിന്റെയാണ്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് പൊതുവെ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഒരു കാൻഡൽ സ്റ്റിക്കിന്റെ പുസ്തകം മേടിച്ച് പഠിച്ചാൽ നിങ്ങൾ ആ സകല പ്രശ്നവും കഴിയും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. ഇത് ടെക്നിക്കൽ കഴിഞ്ഞു. പ്രീമിയം പ്രൈസ് ആക്ഷൻ 1. ഇനി നമ്മൾ എലിയോട്ട് ന്യൂ തിയറിന്റെ ബേസ് ഫോം പറഞ്ഞു തരും.